हरे कृष्णा सर्वम कृष्ण अर्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേശൻ की जय। ഓം ശ്രീ മാത്രേ നമഃ। ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യ വിവരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖാണോ? എന്ത് ചോദ്യമാണ് മാതാജി? ചോദ്യം സുഖാണെന്നോ? അങ്ങനൊരു സംഭവത്തെ കുറിച്ച് എന്താണ് ഇങ്ങനൊക്കെ ഒരു ചോദ്യമല്ലേ? ആത്മീയമായിട്ട് സുഖം അനുഭവിക്കാൻ മനസ്സ് തയ്യാറെടുക്കുമ്പോൾ ഭൗതികമായിരിക്കുന്ന ദുഃഖങ്ങളൊന്നും നമ്മളെ അലട്ടില്ല എന്നാണ് അല്ലേ? ഭൗതികതയിൽ എപ്പോഴും നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കുറേയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ എന്താ പറയുക, ഈ ഭൗതികതയിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാം. പ്രശ്നങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പാണ്. അത് തീർന്നിട്ടൊരു ജീവിതം നമുക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിൽ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. മാതാജിക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ്, അത് തരണം ചെയ്യുന്ന ഞങ്ങൾക്ക് അതിൻ്റെ പ്രയാസം അറിയൂ എന്ന് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് ആണ്. ഇരിക്കാൻ ഒരു അസ്വസ്ഥത, എനിക്ക് കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു ഇരിപ്പ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു കംഫർട്ടായി കിട്ടുന്നില്ല. അപ്പം അതാണ്. ക്ലിയർ അല്ല. എന്താ ക്ലിയർ അല്ലാത്ത? സൗണ്ടാണോ? അപ്പം ഞാൻ കുറച്ചും കൂടെ സൗണ്ട് കൂട്ടി പറയാം. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? എന്തോ ഒരു അസ്വസ്ഥത, എനിക്ക് അങ്ങോട്ടൊരു ഇരുത്തം അങ്ങ് ശരിയായില്ല. മേ ബി ഞാൻ ഇട്ട ടോപ്പിന്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ. അത് ഒരു സിൽക്ക് തുണി പോലത്തെ ആകുമ്പോൾ ഇങ്ങനെ ഊർന്നിറങ്ങി പോവാ ഞാൻ താഴേക്ക്. മേ ബി അതായിരിക്കാം. സൗണ്ട് കുറവാണ്. നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആണോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് നമ്മുടെ ജീവിതത്തില് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങളാണ് നമുക്ക് വലുത് എന്നാണ് നമുക്ക് തോന്നാറ്. നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും വലുത് തന്നെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ എപ്പോഴും നമ്മൾ ഈ പ്രശ്നങ്ങളിൽ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല അല്ലേ? പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് നമ്മൾ ജീവിക്കാന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ജീവിതയാത്രയിൽ നമുക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിനൊക്കെ മറികടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീതി മാതാജി, നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ മനസ്സിന് ഒന്നും കൊടുക്കാതിരിക്കുക. അത് പറയാൻ എളുപ്പമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻസോ മനസ്സിലാക്കാണ്ടല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മളുടെ മനസ്സിന് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ ഈ ലിമിറ്റിന്റെ മേലോട്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ പല പല അസുഖങ്ങൾ വരും. അപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ശരീരം തളരും. നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ട് തന്നെ നമ്മളെ അംഗീകരിക്കാനും അല്ലെങ്കിൽ നമുക്കൊരു ആശ്വാസമായി മാറാനും ഇന്ന് നമുക്ക് ചുറ്റും ആരുമില്ല അല്ലേ? ആരുമില്ല. അപ്പോൾ നമ്മൾക്ക് ആരോഗ്യം കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർത്തും ആരും ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? കുറച്ച് സമയമെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ്, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്പസമയമെങ്കിലും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ആ ജീവിതത്തില് ആ ഒരു സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അതിന് കിട്ടേണ്ടത് എന്താണെന്നറിയാമോ? നമുക്കതിൽ കിട്ടേണ്ടത് ഒരു ഭയങ്കരമായൊരു നിർവൃതിയാണ് അല്ലേ? ആ നിർവൃതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജപം, വായന, സത്സംഗം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി. കുറേ കാലങ്ങൾ കൊണ്ട് മാറി ഇല്ല എന്ന് ഞാൻ പറയണില്ല, കുറേ മാറി. നമ്മുടെ ജീവിതം ഒരു 5 വർഷത്തിന്റെ ബാക്കോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇന്നത്തെ നമ്മളിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചു ഇല്ലേ? പലരും എനിക്ക് മഞ്ജരീസിലൂടെ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ പറയും, മാതാജി ഞാൻ ആദ്യം അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയായി, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. ഇല്ല എന്നല്ല, എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സിലൂടെയൊക്കെ ഒത്തിരി പേര് അവരുടെ ജീവിത രീതികൾ മാറ്റിയെന്ന് അറിയുമ്പോൾ ശരിക്കും എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ എന്നെ അസ്വസ്ഥമാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ എപ്പോഴും ഇരിക്കുമ്പോൾ ആലോചിക്കും,
ക്ലാസ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ ഇപ്പോൾ എന്താ പറയാ, നമ്മൾ പ്രഭാത മഞ്ജരി ഇടുന്നുണ്ട്, അതുപോലെ ക്ഷേത്ര ദർശനം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര 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 നല്ല അറിവുകൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ അതിന്റെ എക്സ്ട്രീം ലെവൽ ഞാൻ അറിവുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഇന്നലെയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളെ സമയം നോക്കിയാൽ കാണാം, ഞാൻ 1:30 മണിക്കോ ഒക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഗ്രൂപ്പിൽ. കാരണം രാവിലെ നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് കാണട്ടെ. നമ്മുടെ അമർജിത്ത് പ്രഭു ആണെങ്കിൽ ഗാനമഞ്ജരി കറക്റ്റായിട്ട് 6 മണിക്ക് ഇടുന്നുണ്ട്. എന്തിനാ അവർ ഉറങ്ങി എഴുന്നേറ്റ് എല്ലാവരും ആദ്യം മൊബൈലാണ് നോക്കുന്നത്. അപ്പം നല്ലൊരു ഭഗവാന്റെ കീർത്തനം അവർ കേൾക്കട്ടെ, മൈൻഡ് റിലാക്സ് ആവട്ടെ. ഇങ്ങനെ പല കാരണങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതിലൊക്കെ നിങ്ങളെ എനിക്ക് സന്തോഷവാന്മാരും സന്തോഷവതികളും ആക്കി ഇരുത്താൻ കഴിയുന്നത് ഒരു 10% ആണ്. 10% മാത്രമായിരിക്കും എനിക്ക് നിങ്ങളുടെ ആ ഒരു മനസ്സമാധാനം ഇത്രയും കാര്യങ്ങളിലൂടെ നിലനിർത്താൻ പറ്റുന്നത്. ബാക്കി 90% നമ്മൾ ഓരോരുത്തരുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷമുള്ളത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഈ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ ആദ്യം വേണ്ടത് നമുക്ക് ഏകാഗ്രതയാണ്, അല്ലെ? നമ്മുടെ ചിന്തകൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇത്, ടെൻഷൻ, അങ്ങനെ 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 അങ്ങനെ. ഒരു ഫോണിന്റെ ബെല്ലടിക്കുമ്പോൾ പോലും ഞെട്ടിപ്പോകുന്ന എത്രയോ മാതാജിമാര് നമ്മുടെ മഞ്ജരീസിലുണ്ടെന്നറിയോ? അപ്പൊ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാല്, നമ്മുടെ മനസ്സിനെ ആദ്യം സ്വസ്ഥമാക്കുക. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അത് നേരിടാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മനസ്സിന് ഉണ്ടാക്കിയെടുക്കുക. മനസ്സിലാവുന്നുണ്ട്? അതിനൊരു ഉത്തമ മാർഗമാണ് ദേവി മഹാത്മ്യം. സീരിയസ്ലി, ഞാൻ വെറുതെ പറയല്ല. ദേവി മഹാത്മ്യം നമ്മൾ ഒരു അധ്യായം ഞാൻ വായിച്ചിട്ടേ കിടക്കൂ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പൊയ്ക്കോളും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ പൊയ്ക്കോളും. കുറെ ആൾക്കാർ പറയും 11-ാം അധ്യായം വായിച്ചാൽ അങ്ങനെ, 5-ാം അധ്യായം വായിച്ചാൽ ഇത് കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടും. നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത്. നമ്മൾ സർവവും അമ്മയിൽ സമർപ്പിക്കുകയാണ്, അല്ലേ? ഗുരുവായൂരപ്പന്റെ മുമ്പേ, കൃഷ്ണന്റെ മുമ്പേ വന്നിരിക്കുന്നത് യോഗമായയാണ്, അല്ലെ? ഭഗവാൻ പോലും അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത്രയും ടെൻഷൻസും പ്രശ്നങ്ങളും വന്നപ്പോൾ ദുർഗാസ്തവം ജപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നമ്മളെ ജീവിതത്തില് നമുക്ക് ഒരു പരിഹാരം, നമ്മൾ ഗീത വായിക്കുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്കിലും അമ്മ എന്നൊരു മൈൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, നമ്മളുടെ ആകുലതകളൊന്ന് പറയാൻ, അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാൻ ആ ഒരു അമ്മയുടെ നടക്കിൽ നമുക്ക് എത്താൻ സാധിച്ചാൽ അത് വളരെ അനുഗ്രഹമാണ്, ഒരാശ്വാസമാണ്, അല്ലെ? അതിന് എല്ലാവരും എന്ത് ചെയ്യാം? ദേവി മഹാത്മ്യം വായിക്കുക. വായിക്കുന്നതിനൊക്കെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാനൊരു ക്ലാസ്സിൽ എടുത്തിരുന്നു മുൻപേ, ഏതോ ക്ലാസ്സിന്റെ കൂടെ എടുക്കും, അങ്ങനെ എന്തോ ചെയ്തു. ഇനി ദേവി മഹാത്മ്യത്തിന്റെ ആചരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുത്തു തരാം, പിന്നീട് എടുത്തു തരാം. അപ്പൊ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തു കഴിഞ്ഞാല്, എല്ലാ ദിവസവും ദേവി മഹാത്മ്യം വായിക്കണം. അത് വായിക്കാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷെ അതിന്റെ അർത്ഥം അറിഞ്ഞ് വായിക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. നമ്മൾ അർത്ഥം അറിഞ്ഞ് വായിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ആഡ് കണ്ടു, ദേവി മഹാത്മ്യം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എത്രയോ ദിവസത്തെ കോഴ്സാണത്. അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ 3000 രൂപയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ മഞ്ജരീസിലൂടെയുള്ളവർക്ക് നമ്മൾ പൈസ മേടിച്ചിട്ടല്ലല്ലോ ക്ലാസ് എടുക്കുന്നത്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പം ഞാൻ ഓർത്തു, എന്തുകൊണ്ട് എനിക്ക് അവർക്ക് ദേവി മഹാത്മ്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല? കാരണം ആരെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പോകുമ്പോൾ പാവങ്ങളായ നിങ്ങൾ അത് വേണ്ട, എനിക്ക് എന്തുകൊണ്ട് അവർക്ക് എടുത്തു കൊടുത്തൂടാ എന്നാലോചിച്ചപ്പം ശരി, എടുത്തു കൊടുക്കാം. ഇന്നാണെങ്കിൽ 30 വെള്ളിയാണ്, നല്ല ദിവസമാണ്, അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. നമ്മൾ വായിച്ചല്ലോ നമ്മുടെ ഗ്രൂപ്പിലൂടെ. അങ്ങനെയാണ് ഞാൻ ഇന്ന് ദേവി മഹാത്മ്യം എടുക്കാം എന്ന് വിചാരിച്ചത്. ഇത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ, ഞാനും നിങ്ങളും ഒരിക്കലും വ്യത്യസ്തരല്ല, നമ്മൾ തുല്യരാണ്. നമ്മുടെ 2 കൂട്ടരുടെയും ജീവിതത്തിൽ ഈ ഒരു ക്ലാസ് മുതൽ ഒരുപാട് മാറ്റം അമ്മ ദേവി ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. നമ്മുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകളെല്ലാം 41 ദിവസം അല്ലേ, നമ്മുടെ മുമ്പിൽ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭാരങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഒന്ന് മാറട്ടെ, ഒന്ന് പെയ്തൊഴിയട്ടെ. കേരളത്തിൽ തകർത്ത് മഴ പെയ്യുന്നത് പോലെ ഒന്ന് പെയ്തൊഴിഞ്ഞ് തീരട്ടെ. നമുക്കൊരു സ്വസ്ഥത വരട്ടെ, അല്ലെ? ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, നമുക്കൊരു സ്വസ്ഥമായിട്ടൊന്ന് കഴിച്ച് എന്താ പറയാ, കഴിച്ച ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. ആലോചിച്ച് നോക്കിക്കേ, സ്വസ്ഥമായിട്ടൊരു വസ്ത്രം തെരഞ്ഞെടുത്ത് വാങ്ങി അതൊന്ന് ഇട്ട് മനസമാധാനത്തോടെ ഒരു സ്ഥലത്ത് പോയി വന്ന് പൂർണ്ണ തൃപ്തിയോടെ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനിയെങ്കിലും
നമുക്കൊന്ന് സ്വസ്ഥത വേണം. ജീവിതത്തിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസമാധാനം മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ആ മനസമാധാനം നമുക്ക് ദേവി മഹാത്മ്യത്തിലൂടെ അമ്മ തരുമെങ്കിൽ അത് സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ്. എന്ത് പറയുന്നു? റെഡിയല്ലേ? അതിനാദ്യം നമ്മൾ വായിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദേവി മഹാത്മ്യത്തിൽ കവചം വായിക്കണം. എല്ലാവരും കവചം വായിക്കണം. ദേവി മഹാത്മ്യത്തില് കവചം വായിക്കുന്നതിന് മുൻപേ അറിയാലോ നിങ്ങൾക്ക്, നമ്മുടെ ഗുരുവിനെയൊക്കെ പ്രണമിക്കണം. നമ്മുടെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അമ്മയെ അച്ഛനെയും ഗുരുവിനെയും എല്ലാം നമ്മൾ വന്ദിക്കണം. പിന്നെ നമ്മുടെ പ്രഥമ പൂജനീയനായിരിക്കുന്ന നമ്മുടെ വിഘ്നേശ്വരനെ വന്ദിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം ജീവിതത്തിൽ. ആദ്യം തുടക്കം ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ഇവിടെയും ദേവി മഹാത്മ്യത്തിന്റെ കവചത്തിന് മുമ്പിൽ പറയുന്നത് ശ്രീ ഗണേശായ നമഃ, ശ്രീ സരസ്വത്യേ നമഃ, ശ്രീ ഗുരുഭ്യോ നമഃ, ശ്രീ കുലദേവതായേ നമഃ, അവിഘ്നമസ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അതില് കവചം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം വരുന്നത് എന്താണെന്നറിയാമോ? അസ്യ ശ്രീ ചണ്ഡികാ കവചസ്യ ബ്രഹ്മാ ഋഷി അനുഷ്ടുപ് ചന്ദ ചാമുണ്ഡാ ദേവത അംഗനാസോക്തമാധരോ ബീജം ദിഗ്ബന്ധ ദേവതാ സ്തുതം ശ്രീ ജഗദംബ പ്രീത്യർത്ഥേ സപ്തശതി പാടാങ്ക ജപേ വിനിയോഗേ. ദേവി മഹാത്മ്യം ഒരിക്കലും എന്ത് ചെയ്യരുതെന്നറിയാമോ? ഈണത്തിൽ വായിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കവചം നമ്മൾ എപ്പോഴും ജപിക്കണം. ദേവി മഹാത്മ്യം നിങ്ങൾ എടുത്തോ, ആദ്യം ഈ ഒരു 5 ലൈനുള്ള കവചം ഒന്ന് ജപിച്ചതിന് ശേഷം, അതൊരു സുരക്ഷിതത്വമാണ്. പേര് പോലെ തന്നെ കവചം എന്ന് പറയുന്നത് നമുക്കൊരു സുരക്ഷയാണ്. ആ സുരക്ഷ ജപിച്ചതിന് ശേഷം ഓം നമ ചണ്ഡികായേ നമഃ. ദേവിക്ക് എങ്ങനെ ചണ്ഡികാ ദേവി എന്നുള്ള പേര് വന്നു എന്നൊക്കെ നമുക്ക് ഓരോരോ അധ്യായങ്ങളിൽ പഠിച്ചു പോവാം നമുക്ക്, കേട്ടോ. അപ്പൊ അതില് മാർക്കണ്ഡേയ ഉവാച, മാർക്കണ്ഡേയൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? യത് ഗുഹ്യം പരം ലോകേ സർവരക്ഷാകരം നൃണാം യന്യക്കസ്യ ചിദാഖ്യാതം തന്മേ ബ്രൂഹി പിതാമഹ എന്ന് പറയുന്നു മാർക്കണ്ഡേയൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനോടാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ബ്രഹ്മദേവ, ലോകത്തില് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന, അതായത് ഏറ്റവും നന്നായിരിക്കുന്ന, രഹസ്യമായിരിക്കുന്ന, ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത, എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന ഒരു മന്ത്രം അതെനിക്ക് പറഞ്ഞു താന്നാണ് മാർക്കണ്ഡേയ മുനി ആരോട് പറയുന്നത്? നമ്മുടെ ബ്രഹ്മദേവനോട് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സൂപ്പർ മാതാജി, വായിക്കണം കേട്ടോ അമ്മ. അപ്പോ ബ്രഹ്മദേവ, ലോകത്തില് ഇതുവരെ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന, രഹസ്യമായിരിക്കുന്ന, ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു മന്ത്രം അതെനിക്ക് പറഞ്ഞു താന്ന് മാർക്കണ്ഡേയ മുനി ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്. ബ്രഹ്മോവാച, ബ്രഹ്മദേവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അസ്തി ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം ദേവ്യാസ്തു കവചം പുണ്യം തശ്ശൃഷ്ണുഹ മഹാമുനെ. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലയോ ബ്രാഹ്മണ, പുണ്യകരമായിരിക്കുന്ന, എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന, അതീവ രഹസ്യമായിരിക്കുന്ന ഒരു ദേവീ കവചമുണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഒരു ദേവീ കവചമുണ്ട്, അത് വളരെ പുണ്യമാണ്, അതീവ രഹസ്യമാണ്, അത് നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രഥമം ശൈലപുത്രിധീം, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഘണ്ഠേതി കുഷ്മാണ്ഡേതി ചതുർധകം, പഞ്ചമം സ്കന്ദമാദേതി ഷട്ടം കാർത്യായനിധി ചഹ, സപ്തമം കാളരാത്രിധി മഹാഗൗരിധി ചാഷ്ടമം, നവമം സിദ്ധിദോ പ്രോക്തോ നവദുർഗാ പ്രകീർത്തിത ഉദ്യജ്ഞാതോ താനി നാമാനി ബ്രഹ്മാണൈവ മഹാത്മനെ എന്ന് പറയാം. അപ്പോ എന്താ പറയുന്നത്? അറിയാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. പ്രഥമം ശൈലപുത്രീതി, ഈ നമ്മുടെ നവരാത്രി സമയത്ത് വരുന്ന ദേവിയുടെ ഭാവങ്ങളെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് ഞാൻ എടുത്തരാം. ശൈലപുത്രി ആരാണ്? ബ്രഹ്മചാരിണി ആരാണ്? ചന്ദ്രകണ്ഠ ആരാണ്? കുഷ്മാണ്ഡാദേവി ആരാണ്? സ്കന്ദമാത ആരാണ്? കാർത്യായനി ദേവി ആരാണ്? കാളരാത്രി ആരാണ്? മഹാഗൗരി ആരാണ്? സിദ്ധിദ അല്ലെങ്കിൽ സിദ്ധിദാത്രി, ആ ദേവിയുടെ ഭാവം എന്താണ്? ഇങ്ങനെ 9 തരത്തിലുള്ള ദുർഗാനാമങ്ങൾ മഹാത്മാവായ ബ്രഹ്മദേവനാൽ പറയപ്പെട്ടിട്ടുണ്ടെന്നാ പറയുന്നത്. 9 തരത്തിലുള്ള ദുർഗാനാമങ്ങൾ തന്നെ മഹാത്മാവായിരിക്കുന്ന ബ്രഹ്മദേവൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി, അങ്ങനെ 9 ഭാവങ്ങൾ, 9 നവ ദുർഗാഭാവങ്ങളെയാണ് നമുക്ക് ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നവരാത്രിക്കൊക്കെ ഇത് വളരെ വിശേഷമാണ്. ഇനി എന്താ പറയണെന്ന് വെച്ചാല്, അഗ്നിനാ ദഹ്യമാനസ്തു ശത്രുമധ്യേ ഗതോരണേ
വിഷമേ ദുർഗമേ ചൈവ ഭയാർത്താ ശരണം ഗതാഹ ന തേഷാം ജായതേ കിഞ്ചിത് ശുഭം രണസങ്കടേ നാപതം തസ്യ പശ്യാമി ശോക ദുഃഖ ഭയം നഹി എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അഗ്നിക്ക് നടുവിൽ പെടുക. നമുക്ക് ചുറ്റിനും തീ വന്ന് നിന്നിട്ട് നമ്മൾ ആ തീന്റെ നടുക്കാണ് നിൽക്കുന്നതെങ്കിൽ, യുദ്ധഭൂമിയില് ശത്രുക്കളുടെ കയ്യിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ജീവൻ പോകുന്ന ഏത് തരത്തിലുള്ള വിഷമസന്ധികളിൽ നമ്മൾ പോയി പെട്ടാലും ശരി, ദേവിയെ ശരണമടഞ്ഞോ യാതൊരു വിധത്തിലുള്ള ദുഃഖമോ ഭയമോ ഒന്നും നമ്മളെ ബാധിക്കില്ല എന്നാ പറയുന്നു. മനസ്സിലായില്ലേ? ശത്രുക്കളെ കയ്യിൽ പോയി നമ്മൾ പെട്ടോട്ടെ, നമുക്ക് ചുറ്റും തീയിട്ടോട്ടെ, ആ തീയിൽ നിന്ന് പോലും നമ്മൾ അമ്മയാണ് സ്മരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരാപത്തും വരില്ല എന്നാണ് എന്താ പറയുന്നത്. അല്ല, എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങ് പോകാൻ കഴിയില്ല മുരുകൻ കൃപ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലിരിക്കുന്നത്. അപ്പോ അങ്ങനെ നമുക്കൊരു ആപത്തിൽ നമ്മൾ പെട്ടാൽ പോലും അമ്മയെ നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, ഒരമ്മ എങ്ങനെയാണ് അവരുടെ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെ ഭഗവതി നമ്മളെ സംരക്ഷിക്കുന്നതാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത്. യൈസ്തു ഭക്ത്യാ സ്മൃണാം നൂനം തേഷാം ഹൃദി പ്രജായതേ. ഭക്തിയോടുകൂടി സ്മരിക്കുന്നവർക്ക് ദേവി എല്ലാ അനുഗ്രഹങ്ങളും നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, ഉറപ്പ് പറയുന്നുണ്ട്. ഭക്തിയോടുകൂടി സ്മരിക്കണം. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ച് നമ്മൾ സ്മരിക്കരുത്. അമ്മയെ നമ്മൾ ഭക്തിയോടെ ഹൃദയത്തോടെ സ്മരിക്കണം എന്നാ പറയുന്നത്. അത് നമ്മൾ ഗീതയിലും പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഭഗവാനെ നമ്മൾ വളരെയധികം പ്രണയഭാവത്തോടുകൂടി പ്രേമത്തോടുകൂടി, ആധ്യാത്മിക പ്രേമമാണ് കേട്ടോ, നമ്മുടെ ലോകത്തിലുള്ള പ്രേമമല്ല, ആധ്യാത്മിക പ്രേമത്തോടുകൂടി ഭഗവാനെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ സ്മരിക്കണം എന്നാ പറയുന്നത്. അതിനെയാണ് നമ്മൾ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് തന്നെയാണ് ഇവിടെ ദേവിയെ കുറിച്ചും പറയുന്നത്. നമ്മളൊന്നും അമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, സമയമാകുമ്പോൾ അമ്മ നൽകേണ്ടതെല്ലാം നമുക്ക് തരും. പക്ഷെ അമ്മയുടെ സംരക്ഷണം, ആ കവചത്തിൽ നമ്മൾ എപ്പോഴും ഇരിക്കാൻ നമുക്ക് അമ്മ അനുഗ്രഹം നൽകണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ. പ്രേത സംസ്ഥാതു ചാമുണ്ട വരാഹി മഹിഷാസന ഐന്ദ്രി ഗജസമാരൂഢ വൈഷ്ണവി ഗരുഡാസന മാഹേശ്വരി വൃഷാരൂഢ കൗമാരി ശിഖിവാഹന ഭ്രാമി ഹംസ സമാരൂഢ സർവാഭരണ ഭൂഷിത നാനാഭരണ ശോഭാഢ്യ നാനാരത്നോപശോഭിത ദൃശ്യന്തേ രഥാരൂഢ ദേവിയെ ക്രോധ സമാകുല എന്നാണ് പറയുന്നത്. അതായത് ചാമുണ്ടാദേവി, മനസ്സിലായില്ലേ? ചാമുണ്ടി എന്ന് പറഞ്ഞാലും ചാമുണ്ട എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്. ചാമുണ്ടാദേവി പ്രേതാസനസ്ഥയായിക്കൊണ്ട്, വരാഹി ദേവി മഹിഷാസനസ്ഥയായിക്കൊണ്ട്, ഐന്ദ്രി ഗജമാരൂഢയായിക്കൊണ്ട്, ഗജാസമാരൂഢയായിക്കൊണ്ട്, വൈഷ്ണവിയാണെങ്കിലോ ഗരുഡാസനയായിക്കൊണ്ട്, മഹേശ്വരിയോ വൃഷാരൂഢയായിക്കൊണ്ട്, കൗമാരി ദേവി മയിൽ വാഹനത്തിൽ ഇരുന്നു കൊണ്ട്, ഭ്രാമി ഹംസമാരൂഢയായിക്കൊണ്ട്, വിവിധ തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട്, നാനാതരത്തിലുള്ള രത്നങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട്, ശോഭിച്ചുകൊണ്ട്, രഥാരൂഢകളായിക്കൊണ്ട്, രഥത്തിലേറിക്കൊണ്ട്, ശത്രുക്കളുടെ മേൽ അമ്മയുടെ കോപം ഇങ്ങനെ തെളിഞ്ഞു കാണാന്നാ പറയുന്നത്. മനസ്സിലായില്ല? അമ്മ വരുന്ന ആ വരവിനെയാണ് വർണ്ണിക്കുന്നത്. അപ്പോ ആ വരവിൽ തന്നെ അമ്മയുടെ നോട്ടം ശത്രുക്കളുടെ നേരെയാണെങ്കിൽ ആ കണ്ണിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാം, അമ്മയുടെ കണ്ണിലുള്ള സ്പാർക്ക് നമുക്ക് മനസ്സിലാക്കാന്നാ പറയുന്നത്. അപ്പൊ അത്രയും ശത്രുക്കളുടെ മേലെ കോപത്തോടു കൂടി എന്താണ് ദേവി നമ്മളെ സംരക്ഷിക്കുന്ന പറയുന്നത്. മനസ്സിലായില്ലേ? ശംഖം ചക്രം ഗതാശക്തിയും ഹലം മുസലായുധം ഗേടകം തോമരം ശൈവപരശും പാശമേവച കുന്തായുധം ത്രിശൂലശ്ച ശാർഘായുധമനുത്തമം ദൈത്യാനാം ദേശനാശായ ഭക്താനാം അഭയായ ച യാരയന്ധ്യായുധാധീനം ദേവാനാം ചഹിതായവ എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് അസുരന്മാരെ സംഹരിക്കാൻ, ഭക്തന്മാർക്ക് അഭയം നൽകാൻ, ദേവന്മാർക്ക് എന്താണോ നല്ലത് അത് ചെയ്യുവാൻ വേണ്ടി നമ്മളിപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ മഹാമായ ഭഗവതി എന്താ ചെയ്യുന്നത്? ശംഖചക്ര ഗദാ ശക്തി കൽപ്പ ഇരുമ്പുലക്ക പരിജ തോമരം കോടാലി കയറ് കുന്തം ത്രിശൂലം ഗാർഗം ഇങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളും ചേർത്ത്, അതെല്ലാത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അമ്മ ദേവി ശത്രുക്കളുടെ മേല് നമുക്ക് വിജയം നൽകാൻ എത്തുന്നത്. ഇവിടെ അസുരന്മാരെന്ന് പറയുമ്പോ നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ അസുരന്മാർ മാത്രമല്ല, രാക്ഷസന്മാർ മാത്രമല്ല, നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്തകൾ അടക്കം നമ്മുടെ ആസുരിക ശക്തികളാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള എല്ലാ ആസുരിക ശക്തികളെയും ഒഴിവാക്കാൻ വേണ്ടി അമ്മ വിവിധ തരത്തിലുള്ള ആയുധങ്ങളോട് കൂടിയാണ് എന്താ പറയാ രഥത്തിലേറിക്കൊണ്ട് ഓരോരോ വാഹനങ്ങളിൽ ഓരോരോ രൂപത്തിൽ അമ്മ
വിളിക്കുന്ന ഭക്തരിലേക്ക് എത്തുന്നതെന്നാ പറയുന്നത്. ഭക്തന്മാർക്ക് അഭയം നൽകാൻ വേണ്ടിയിട്ട് അമ്മ വരുന്ന രീതിയെ കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മഹാബലേ മഹോത്സാഹേ മഹാഭയ വിനാശിനി ത്രാഹിമാം ദേവി ദുഷ്പ്രേക്ഷ്യ ശത്രുണാം ഭയവർദ്ധിനി എന്ന് വെച്ചാൽ എന്താണ്? അതീവ ബലശാലിയായിരിക്കുന്ന, നല്ല ശക്തിയുള്ള, വളരെ ഉത്സാഹഭരിതയായിരിക്കുന്ന, ദർശിക്കാൻ കുറച്ച് വിഷമമുണ്ട്, അമ്മയെ എളുപ്പം നമുക്ക് കാണാൻ കഴിയില്ല, ദർശിക്കാൻ കുറച്ച് വിഷമമുള്ള ക്രൂര രൂപയായിരിക്കുന്ന ഭക്തജനങ്ങളുടെ, അമ്മയെ അഭയം പ്രാപിക്കുന്ന ഭക്തജനങ്ങളുടെ ഭയത്തെ നശിപ്പിക്കുന്ന, ശത്രുക്കളിൽ ഭയമുളവാക്കുന്ന, അതായത് ആരാണോ ശത്രു അവന്റെ ഉള്ളിൽ പേടി നിറയ്ക്കും അമ്മ. അങ്ങനെ പേടിപ്പെടുത്തുന്ന ഹേ ദേവി, അങ്ങനെയുള്ള ഭഗവതി ഞങ്ങളെ രക്ഷിച്ചാലും എന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ ഇപ്പൊ പറയുന്നത്. ഓക്കെ. പ്രാച്യാം രക്ഷതു മാമൈന്ദ്രി ആഗ്നേയാമഗ്നി ദേവത ദക്ഷിണേ വധു വാരാഹിനൈരുദ്ധ്യാം ഖഡ്ഗധാരിണി പ്രതീച്യാം വാരുണി രക്ഷേത് വ്യായവ്യാം മൃഗവാഹിനി ഉദീച്യാം പാതു കൗബേ ഐശാനാം ശൂലധാരിണി ഊർധം ബ്രാഹ്മണീ മേ രക്ഷസ്തദാ വൈഷ്ണവി തഥാ ഏവം ദശദിശോ രക്ത രക്ഷേത് ചാമുണ്ടാ ശവവാഹന എന്നാ പറയുന്നത്. എന്ന് വെച്ചാല് കിഴക്ക് ദിക്കിൽ ഐന്ദ്രിയും, അഗ്നികോണിൽ അഗ്നിദേവതയായിട്ടും, തെക്ക് വരാഹി മാതാവായിട്ടും, തെക്ക് പടിഞ്ഞാറ് ഖഡ്ഗധാരിണിയായിട്ടും, പടിഞ്ഞാറ് വാരുണിയായിട്ടും, വായു കോണിൽ മൃഗവാഹിനിയായിട്ടും, വടക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെ കുബേര ശക്തിയായിട്ടും, ഈശാന കോണിൽ അമ്മ ശൂലധാരിണിയുമായിട്ട് നിന്ന്, അതായത് നമുക്ക് ചുറ്റും അമ്മ ഓരോരോ ഭാവത്തിൽ ഓരോരോ രീതിയിൽ നിന്നുകൊണ്ട് നമ്മളെ രക്ഷിക്കണേ എന്നാണ് നമ്മൾ അമ്മയോട് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മുകളിൽ ഇപ്പൊ നമ്മൾ ചുറ്റും പറഞ്ഞു അല്ലെ, ഇനി മുകളിൽ എന്താണ് ബ്രാഹ്മണിയായിട്ടും അധോലോകത്ത് വൈഷ്ണവിയായിട്ടും ഇരുന്നു കൊണ്ട് അമ്മ എന്നെ രക്ഷിക്കട്ടെ. ശവവാഹനയായിരിക്കുന്ന ചാമുണ്ഡി ദേവി ഇങ്ങനെ 10 ഭാഗങ്ങളിലും നിന്ന് 10 ദിക്കുകളിലും നിന്നിട്ട് അമ്മ ദേവി ചാമുണ്ഡി നമുക്ക് രക്ഷ നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ജയാമേ ജാഗ്രത പാതു വിജയാ പാതു പൃഷ്ഠത അജിതാ വാമപർശോതു ദക്ഷിണേ ചാപരാജിതേ എന്ന് വെച്ചാല് ജയ എന്റെ മുമ്പിലും വിജയ എന്റെ പിറകിലും അജിത എന്റെ ഇടതു ഭാഗത്തും അപരാജിത വലതു ഭാഗത്തും നിൽക്കട്ടെ എന്നാ പറയുന്നത്. അതായത് ദേവിയുടെ തൊട്ടടുത്ത് നമ്മളെല്ലാവരും നിൽക്കട്ടെ, അമ്മ നമുക്ക് ചുറ്റും അങ്ങ് നിന്ന് നമുക്കൊരു രക്ഷാകവചമായി മാറട്ടെ. പിന്നെന്താ പറയുന്നത്? ശിഖാമുദ്യോധിനി രക്ഷതുമാ മൂർധിനി വ്യവസ്ഥിത മാലാധരി ലലാഢേച ഭ്രുവ രക്ഷേധ്യ ശസിനി എന്ന് വെച്ചാല് എന്റെ കുടുമയെ ഉദ്യാനീതി ദേവിയും മൂർധാവിനെ ഉമയും രക്ഷിക്കട്ടെ. അതായത് നമ്മുടെ ശരീരത്തിലുള്ള സമസ്ത ഭാഗങ്ങളെയും അമ്മ ഓരോരോ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ ഭാവത്തിൽ നിന്നുകൊണ്ട് രക്ഷിക്കട്ടെ എന്നാ പറയുന്നത്. നെറ്റിത്തടത്തെ മാലാധരിയും പുരികങ്ങളെ യശസ്വിനിയുമായി നിന്നിട്ട് അമ്മ രക്ഷിക്കട്ടെ. അതായത് നമ്മൾ കവചം പഠിക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് കവചം കൊണ്ട് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ, അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ത്രിനേത്രാച ഭ്രൂ മധ്യേ യമകണ്ഠാച നാസികേ ശങ്കിനി ചക്ഷുഷോർ മധ്യേ ശ്രോതാർത്ഥയോർദ്വാരവാസിനി എന്ന് വെച്ചാല് 3 കണ്ണുള്ള ദേവത. ഓക്കെ. 3 കണ്ണുള്ള ദേവതയും പുരികങ്ങളുടെ മധ്യത്തെയും യമകണ്ഠ നാസികാ ദണ്ഡത്തെയും ശങ്കിനി കണ്ണുകളുടെ മധ്യഭാഗത്തെയും ദ്വാരവാസിനി ചെവികളെയും രക്ഷിക്കട്ടെ. അതായത് നമ്മുടെ കണ്ണിനെയും പുരികത്തിനെയും നെറ്റിത്തടത്തിനെയും എല്ലാം ഭഗവതി അങ്ങ് ശരിക്കും അങ്ങോട്ട് രക്ഷിക്കട്ടെ. പിന്നെയോ കപോലൗ കാളിക രക്ഷേത് കർണമൂലേ തു ശങ്കരി നാസികായാം സുഗന്ധാച ഉത്തരോഷ്ടാച ചർച്ചിക എന്ന് വെച്ചാല് കവൽ തടങ്ങളെ കാളികാ ദേവിയും ചെവികളുടെ മൂലഭാഗത്തെ ശങ്കരിയും നാസികാധാരത്തെ സുഗന്ധ എന്ന ദേവിയും മേൽചുണ്ടിനെ ചർച്ചിക എന്ന് പറയുന്ന ദേവിയും രക്ഷിക്കട്ടെ. അമ്മയുടെ ഓരോരോ ഭാവങ്ങളെയാണ് ഈ പറയുന്നത്. അങ്ങനെ ഓരോരോ ഭാവങ്ങളും നമ്മളെ രക്ഷിച്ച് വരട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ. അതരേ ചാമൃതക്കലാ ജിഹ്വായാം തു സരസ്വതി ദന്താൻ രക്ഷതു കൗമാരി കണ്ഠമധ്യേതു ചണ്ഡിക എന്ന് വെച്ചാല് കീഴ്ചുണ്ടിനെ അമൃതകലയും നാക്കിനെ സരസ്വതിയും പല്ലുകളെ കൗമാരിയും ചെയ്തോളൂ പോയി ചെയ്തോളൂ. നോ ഇഷ്യൂ. ജയപതാക് സ്വാമി മഹാരാജിന്റെ ഇസ്കോൺ അല്ലേ? കൺഫേം ചെയ്യണേ. നമ്മള് ജയപതാക് സ്വാമി മഹാരാജ് ആയിട്ടാണ് കണക്ട്. കൺഫേം ചെയ്യൂ കേട്ടോ. അപ്പോ അങ്ങനെ ഉള്ള നമ്മുടെ ചണ്ഡികാദേവി നമ്മുടെ എല്ലാവരുടെയും
കംപ്ലീറ്റ് നമ്മളെ അങ്ങ് രക്ഷിക്കട്ടെ എന്നാ പറയുന്നത്. ഖണ്ഡികാം ചിത്രകണ്ഠാച മഹാമായാചു താലുകേ കാമാക്ഷി ചുംബികം രക്ഷേ ദ്വാജം മേ സർവമംഗള എന്ന് പറഞ്ഞാല് കണ്ഠമണിയെ ചിത്രകണ്ഠ എന്ന് പറയുന്ന ദേവിയും ഉൾനാക്കിനെ മഹാമായയും താടിയെ കാമാക്ഷി ദേവിയും എന്റെ വാക്കുകളെ സർവമംഗള എന്ന് പറയുന്ന ദേവിയും രക്ഷിക്കട്ടെ. അപ്പൊ എത്രമാത്രം പവർഫുൾ ആണ് നോക്കൂ ഈ കവചം. നമ്മുടെ ഓരോരോ ഭാഗങ്ങളെയാണ് അമ്മയിൽ നമ്മൾ സമർപ്പിച്ചിട്ട് രക്ഷ ചോദിക്കുന്നത്. ഗ്രീവായാം ഭദ്രകാളി ച പൃഷ്ഠവംശേ ധനുർധരി നീലഗ്രീവ ബഹികണ്ഠേ നാളികാം നളകുബരി എന്ന് പറയുന്നു. എന്ന് വെച്ചാല് കഴുത്തിനെ ഭദ്രകാളിയും നട്ടെല്ലിനെ ധനുർധരി എന്ന് പറയുന്ന ഒരു ദേവിയും കണ്ഠബഹിർഭാഗത്തെ നീലഗ്രീവ എന്ന് പറയുന്ന ഒരു ദേവിയും കണ്ഠനാളത്തെ നളകുബരി എന്ന് പറയുന്ന ദേവിയും രക്ഷിക്കട്ടെ. ദേവിക്ക് എത്ര പേരുകളാണല്ലേ, നമ്മൾ ഇത്രയും പേരുകളൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാ വാസ്തവം. അപ്പൊ ഇങ്ങനെയുള്ള ദേവി നമ്മളെല്ലാം എപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കട്ടെ. ഗഡ്ഗധാരിണ്യൗ സ്കന്ധൗ ബാഹുമേ വജ്രധാരിണി ഹസ്തയോർ ദണ്ഡിനി രക്ഷേദംബിക ചാങ്കുലീഷൂച എന്ന് വെച്ചാല് രണ്ട് തോളുകളെ, നമ്മുടെ രണ്ട് ഷോൾഡറുകളെയും ഗഡ്ഗധാരിണിയും കൈമുട്ട് മുതൽ മേലോട്ടുള്ള ഭാഗങ്ങളെ വജ്രധാരിണിയും മുട്ട് മുതല് വിരല് വരെയുള്ള ഭാഗങ്ങളെ ദണ്ഡിനിയും വിരലുകളെ അംബികയും രക്ഷിക്കട്ടെ. നഖാൻ ശൂലേശ്വരി രക്ഷേ കുക്ഷു രക്ഷേ നളേശ്വരി സ്തനൗ രക്ഷേ മഹാദേവി മനഃശോക വിനാശിനി. നഖങ്ങളെ ശൂലേശ്വരി എന്ന് പറയുന്ന ദേവിയും ഉദരത്തെ നളേശ്വരി എന്ന് പറയുന്ന ദേവിയും സ്തനങ്ങളെ മഹാലക്ഷ്മി എന്ന് പറയുന്ന ദേവിയും മനസ്സിനെ ശോക വിനാശിനിയാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിലൊരു ശോകം സങ്കടമൊന്നുമില്ലാതെ രീതിയിൽ അമ്മ ദേവി നമ്മളെ പരിപാലിക്കട്ടെ. ഹൃദയം ലളിതാദേവി ഹൃദയം ശൂലധാരിണി നാഭിജം കാമിനി രക്ഷേത് ഗുഹ്യം ഗുഹേശ്വരി തഥാ. എന്റെ ഹൃദയഭാഗത്തെ ലളിതാദേവിയും ഉദരത്തെ ശൂലധാരിണിയും നാഭിയെ കാമിനിയും ഗുഹ്യഭാഗത്തെ ഗുഹേശ്വരിയും രക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? എല്ലാ നമ്മുടെ ശരീരഭാഗങ്ങളെയും നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. ഭൂതനാഥ ചമ്രേഠം മേ ഗുദം മഹിഷവാഹിനി കട്യാം ഭഗവതി രക്ഷോ ജാനിനി വിന്ധ്യവ്യാസിനി എന്ന് വെച്ചാല് ലിംഗത്തെ ഭൂതനാഥയും ഗുദത്തെ മഹിഷവാഹിനിയും കടിപ്രദേശത്തെ ഭഗവതീ ദേവിയും കാൽമുട്ടുകളെ വിന്ധ്യാവാസിനിയും രക്ഷിക്കട്ടെ. എല്ലാ ഭാഗങ്ങളും നമ്മൾ അമ്മയ്ക്ക് സമർപ്പണം ചെയ്യും. ജംഗേ മഹാബല പ്രയുക്തോ ജാനുമധ്യേ വിനായകി ഗുൽഫയോർ നാരസിംഹി ച പാദപൃഷ്ഠേ മിജൗദസി. കണങ്കാലുകളെ മഹാബലയും കാൽമുട്ടുകളെ മധ്യത്തെ വിനായകിയും ഞെരിയാണികളെ നാരസിംഹിയും പാദപൃഷ്ഠങ്ങളെ അമിതജൗസ് രക്ഷിയും രക്ഷിക്കട്ടെ. അപ്പം നമ്മുടെ തല മുതൽ പാദം വരെ സമർപ്പിച്ചു അല്ലെ. പാദാംഗുലി ശ്രീധരി ച പാദാസ്ഥലവാസിനി നഗാൻ ഭ്രംഷ്ടകരാളി ച കേശാം ശൈവോർധകേശിനി. കാൽ വിരലുകളെ ശ്രീധരി എന്ന് പറയുന്ന ദേവിയും പാദത്തിന്റെ അടിഭാഗല്ലേ, നമ്മുടെ കാലിന്റെ അടിഭാഗത്തെ തലവാസിനി എന്ന് പറയുന്ന ദേവിയും കാലിന്റെ നഖങ്ങളെ ദ്രംഷ്ടാകരാളി എന്ന് പറയുന്ന ദേവിയും തലമുടിയെ ഊർധകേശിനിയും രക്ഷിക്കട്ടെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു സംശയം മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, റിപ്ലൈ ഒന്നുമില്ലല്ലോ. മനസ്സിലാവുന്നില്ലപ്പാ? ചെറുപറ മെസ്സേജ് വന്നെല്ലാം സ്റ്റോപ്പ് ആയല്ലോ. നെറ്റിന്റെ എന്ത് പറ്റി? മനസ്സിലാവുന്നില്ലേ? ബോറടിക്കുന്നുണ്ടോ? പറ. മനസ്സിലാവുന്നുണ്ട്. പ്രീത നെൽസൺ മാതാജി. യെസ്, ഓക്കെ. രോമകൂഭാണി കൗഭേരിത്വജം വാഗീശ്വരി തഥാ രക്തമജ്ജാവസം സ്യാനിസ്തേതി മേതാംസി പാർവതി. നന്നായി മനസ്സിലാവുന്നു. രോമകൂപങ്ങൾ, നമ്മുടെ ശരീരത്തിലെ രോമകൂപങ്ങളെ കൗഭേരി എന്ന് പറയുന്ന ദേവിയും പിന്നെ നമ്മുടെ ത്വക്കിനെ, നമ്മുടെ സ്കിന്നില്ലേ ത്വക്കിനെ വാഗീശ്വരി എന്ന് പറയുന്ന ദേവി രക്ഷിക്കട്ടെ. രക്തം മജ്ജ വസ മാംസം അസ്ഥി മേധസ് ഇവയെ പാർവതീ ദേവി രക്ഷിക്കട്ടെ. അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നമ്മുടെ തൊലി മുതൽ രോമം മുതൽ എല്ലാം ദേവിക്ക് സമർപ്പിക്കണം.
ആന്ധ്രാണി കാളരാത്രിശ്ച പിത്തച്ച മുടേശ്വരി പത്മാവതി പത്മകോശേ കഫേ ചൂടാമണിസ്തത എന്ന് പറഞ്ഞാല് കുടലുകൾ, നമ്മുടെ വയറ്റിലുള്ള കുടലുകളെ കാളരാത്രിയും, പിത്തത്തെ മുകുടേശ്വരി എന്ന് പറയുന്ന ദേവിയും, പത്മകോശത്തെ പത്മാവതി എന്ന് പറയുന്ന ദേവിയും, കഫത്തെ ചൂടാമണി എന്ന് പറയുന്ന ദേവിയും രക്ഷിക്കട്ടെ എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള എല്ലാ ഭാവങ്ങളെയും നമ്മുടെ ഭാഗങ്ങളെയും ഉള്ളിലെ അവയവങ്ങളെ എല്ലാം സമർപ്പിക്കുക നമ്മൾ. ഓക്കെ. ജ്വാലാമുഖി നഗജ്വാല മധ്യേഭ്യ സർവസദ്ദിഷു ശുക്രം ബ്രഹ്മാണിമേ രക്ഷയാച്ചാം ചത്രേശ്വരി തഥാ. അതായത് ജ്വാലാമുഖി നഖകാന്തിയെ, നമ്മുടെ നഖത്തിന്റെ ഒരു കാന്തി ഉണ്ട്, ആ കാന്തിയെ ജ്വാലാമുഖിയും അഭേദ്യമായിരിക്കുന്ന എല്ലാ സന്ധികളെയും ബ്രഹ്മാണി എന്ന് പറയുന്ന ദേവിയും രേതസിനെ ചത്രേശ്വരി നിഴലിനെയും രക്ഷിക്കട്ടെ. അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് വിട്ടുപോകാതെ നമ്മൾ അമ്മയ്ക്ക് കൊടുക്കണം. അഹങ്കാരം മനോബുദ്ധിയും രക്ഷമേ ധർമ്മചാരിണി പ്രാണാപാനൗ തഥാ വ്യാസനാസമനോധാനമേവച എന്ന് വെച്ചാല് അഹങ്കാരം, മനസ്സ്, ബുദ്ധി ഇവകളെയും പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ നമ്മൾ പഠിച്ചില്ലേ, വായിക്കുള്ള പഠിച്ചിട്ടല്ലേ, അതങ്ങനെയുള്ള പഞ്ചപ്രാണങ്ങളെയും ധർമ്മചാരിണി എന്ന് പറയുന്ന ഭഗവതി രക്ഷിക്കട്ടെ. യശകീർത്തിയും ച ലക്ഷ്മിയും ച സദാ രക്ഷതു ചക്രിണി ഗോത്രം ഇന്ദ്രാണിമേ രക്ഷേത് പശുന്മേ രക്ഷ ചണ്ഡിക. ഇത് കവചമാണേ. കവചം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ കവചം പഠിക്കാൻ. കവചമാണ് നമുക്കൊരു രക്ഷയായി നിൽക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? എന്റെ സത്പേര്, നമുക്ക് എല്ലാവരുടെയും ഒരു അഭിമാനമുണ്ട്, പേരുണ്ടല്ലേ, ആ പേരിനെയും കീർത്തിയെയും ഐശ്വര്യത്തെയും എപ്പോഴും ചക്രിണി ദേവി നമ്മളെ രക്ഷിക്കട്ടെ. എന്റെ ഗോത്രത്തെ, നമ്മുടെ കുലത്തെ ഇന്ദ്രാണിയും പശുക്കളെ ചണ്ഡികയും രക്ഷിക്കട്ടെ. പുത്രാൻ രക്ഷേ മഹാലക്ഷ്മി ഭാര്യാം രക്ഷതു ഭൈരവി മാർഗം രക്ഷേതി രക്ഷേത് വിജയാ സർവതസ്ഥിത എന്ന് പറഞ്ഞാല് എന്റെ പുത്രന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ മഹാലക്ഷ്മിയും ഭാര്യയെ ഭൈരവിയും രക്ഷിക്കട്ടെ. എല്ലാ സ്ഥലത്തും പോയി വസിക്കുന്ന വിജയായിരിക്കുന്ന ക്ഷേമകരീ ദേവി എന്റെ വഴികളെ, എന്റെ മാർഗങ്ങളെ അമ്മ രക്ഷിക്കട്ടെ. രക്ഷാഹീനം തുയത് സ്ഥാനം വർജിതം കവചേന തു തത്സർവം രക്ഷമേ ദേവി ജയന്തി പാപനാശിനി. ഞാൻ കവചം കൊണ്ടുള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ദേവി മഹാത്മ്യത്തിൽ പറയുന്ന കവചം കൊണ്ടുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ, ആ വിട്ടുപോയ എല്ലാ ഭാഗങ്ങളെയും ജയന്തിയും പാപനാശിനിയുമായിരിക്കുന്ന ദേവി, എല്ലാ പാപത്തെയും ഇല്ലായ്മ ചെയ്യുന്ന ദേവി രക്ഷിക്കട്ടെ. പദമേഘം നഗച്ഛേത് ശുഭമാത്മന കവചനേ ഉഗ്രത നിത്യം യത്ര യത്ര ഹി ഗച്ഛതി തത്ര തത്രാർത്ഥലഭാശ്ച വിജയ സർവകാമിക യം യം ചിന്തയന്തേ കാമം തം താപ്നോതി നിശ്ചിതം എന്ന് വെച്ചാല് തനിക്ക് നല്ലത് വരണമെന്ന് ആശിക്കുന്നവൻ കവചം കൊണ്ട് രക്ഷ നേടാതെ ഒരടി പോലും മുന്നോട്ട് പോകരുത്. നമുക്ക് നല്ലത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ കവചം, അതാണ് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. കവചം ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. ഒരു യുദ്ധക്കളത്തിൽ പോകുമ്പോൾ നമുക്ക് പടച്ചട്ട ഇല്ലാതെ പോയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ അതേപോലെ കവചം ജപിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ദിവസവും തുടങ്ങാം. കവചം, അതാണ് നമുക്ക് വേണ്ടത്, സംരക്ഷണം അല്ലേ? അപ്പോ നമുക്ക് പറയുന്ന എന്താണ്? നമ്മൾക്ക് നല്ലത് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കവചം കൊണ്ട് രക്ഷ നേടാതെ ഒരടി പോലും നമ്മൾ മുന്നോട്ട് വെക്കാൻ പാടില്ല. അങ്ങനെ കവചം ധരിച്ചുകൊണ്ട് എവിടെയെല്ലാം പോയാലും അവിടെയെല്ലാം ആഗ്രഹിക്കുന്ന വിജയവും ധനലാഭവും ഉണ്ടാവും. കാരണം എന്താണ്? ദേവി ഭൗതികമായിരിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും തരുന്ന ആളാണ്. പിന്നെയോ എന്തെല്ലാം സാധിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവയെല്ലാം സാധിക്കും. സന്തോഷായോ? എന്തൊക്കെ സാധിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അതൊക്കെ സാധിക്കും. അതാണ് ദേവി മഹാത്മ്യത്തിന്റെ പ്രത്യേകത. പരമേശ്വര്യമുതലം പ്രസുസ്തതേ ഭൂതലേ പുമാൻ നിർഭയോ ജായതേ മർത്യ സംഗ്രാമേക്ഷ പരാജിത. കവചം ധരിച്ചിട്ടുള്ള ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയില് അതുല്യനായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന ഐശ്വര്യത്തെ പ്രാപിക്കും. അവൻ പേടിയില്ലാത്തവനാവും. യുദ്ധങ്ങളിൽ ഒരിക്കലും തോൽക്കില്ല. അതാണ് കവചത്തിന്റെ ശക്തി. ത്രൈലോക്യേ തുഭവേത് പൂജ്യ കവചേനാവൃത പുമാൻ ഇതം തു ദേവ്യോ കവചം ദേവനാമാഭിദുർലഭം യത് പടേത് പ്രേതോ നിത്യം ത്രിസന്ധ്യാം ശ്രദ്ധയാന്വിത ദേവീ കലാ ഭവേത് തസ്യ ത്രൈലോക്യസ്യേ ചപാരിത എന്ന് പറഞ്ഞാല് ഈ കവചം കൊണ്ട് സംരക്ഷിച്ചു കഴിഞ്ഞാൽ 3 ലോകങ്ങളും നമ്മളെ പൂജിക്കും. എപ്പോഴും ഈ കവചം കൊണ്ട് നമ്മളെ തന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ 3 ലോകങ്ങളും നമ്മളെ പൂജിക്കും. അതുപോലെ ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന ഈ ദേവി കവചത്തെ ഒന്നോർക്കണം. ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന, അത്രത്തോളം കിട്ടാത്ത ഈ ദേവി കവചത്തെ ദിവസവും 3 സന്ധ്യകളിൽ ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി ജപിക്കുന്നവന്
ദേവിയുടെ സകല കലയും സിദ്ധിക്കുന്ന പറയുന്നത്. ദേവിയുടെ സകല കലയും സിദ്ധിക്കും. അവൻ 3 ലോകങ്ങളിലും തോൽക്കാത്തവനായി മാറും. അപ്പൊ ആരൊക്കെ ഇനി മുതൽ കവചം ചൊല്ലും? ആരൊക്കെ ചൊല്ലും കവചം? ഞാനിങ്ങനെ ആലോചിച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ കുറേ വർക്കും, അഞ്ജലീസിന്റെ വർക്കും എല്ലാ വർക്കും കൂടി വന്നപ്പോഴാണ് ഞാനൊന്ന് ക്ലാസ് എടുക്കാതെ ഒന്ന് ഹോൾഡ് ചെയ്തത്. അങ്ങനെ കവചം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ തന്നെ സംരക്ഷിക്കാൻ സാധിക്കും. ഓക്കെ. ജീവദ്വർഷദം സാഗ്രം അപമൃത്യു വിവർജിത നശ്യന്തി വ്യാധയ സർവേ ലുധാഫി സ്ഫോടകായത എന്ന് വെച്ചാല് അവൻ അപമൃത്യു ഇല്ലാതെ, അതായത് ഒരു ആപത്തിൽ വന്നിട്ട് നമ്മൾ മരിച്ചു പോകില്ല, അങ്ങനെ അപമൃത്യു ഒന്നും ഇല്ലാതെ 100 വർഷം തികച്ചും ജീവിക്കും. ദേവി കവചത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണത്. മനസ്സിലായോ? മസൂരി പോലുള്ള, അതായത് വസൂരി എന്ന് പറയും ചില സ്ഥലത്ത്, മസൂരി, വസൂരി, പിന്നെന്താ ചിക്കൻ പോക്സ്, അങ്ങനെ പല ഇതുണ്ടല്ലോ. അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല, അതെല്ലാം നശിക്കുന്നതാണ്. സ്ഥാവരം ജംഗമം ചാബി കൃത്രിമം ചാബി യദിശ്യം ആഭിചാരണി സർവാണി മന്ത്രയന്ത്രാണി ഭൂതലേ ഭൂചരാ ഘേരരാക്ഷൈവ ജലജാ ജൗപദാശികേ സഹജാ കുലജാ മാല ഢാഗിനി ശാഗിനി തഥാ അന്തരീക്ഷച്ചരാ ഘോര ഢാഗിന്യേച്ച മഹാബല ഗ്രഹഭൂത പിശാചാശ്ചായ യക്ഷഗന്ധർവ രാക്ഷസ ബ്രഹ്മരാക്ഷസ വേധാള കൂഷ്മാണ്ഡ ഭൈരവായത നശ്യന്തി ദർശനാത്തസ്യ കവചേ ഹൃദി സംസ്ഥിതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതാമാതാജി ചൊല്ലു അല്ലെ. എല്ലാ വിധത്തിലുള്ള വിഷങ്ങളും നശിക്കും നമ്മൾ ഈ കവചം ചൊല്ലിത്തുടങ്ങിയാൽ. മന്ത്രം കൊണ്ടോ യന്ത്രം കൊണ്ടോ എന്തുകൊണ്ടും മാറാത്ത ആഭിചാര ദോഷങ്ങളെല്ലാം മാറും. അതൊന്നും നമുക്ക് ഫലിക്കില്ല. ഭൂമിയിലുള്ളവയോ ആകാശത്തിലുള്ളതോ ജലത്തിലുള്ളതോ ആയ ഉപദേശ സിദ്ധികളോ, അതായത് ഉപദേശ സിദ്ധകളോ അല്ലെങ്കിൽ സഹജങ്ങളോ കുലത്തിലുണ്ടാകുന്നവയായ മാല, ഡാഗിനി, ഷാഗിനി, അങ്ങനെ ഒരുപാട് ദുർദേവതകളുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ദുർദേവതകളെല്ലാം തന്നെ എന്താ പറയാ, അന്തരീക്ഷചാരികളായിരിക്കുന്ന, അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കുന്ന, അങ്ങനെയുള്ള ഘോരമായിരിക്കുന്ന മഹാബലുക്കളായിരിക്കുന്ന, അങ്ങനെയുള്ള കുറെ നെഗറ്റീവ് മൂർത്തികളുണ്ടല്ലോ. അവര് രാക്ഷസന്മാര്, ബ്രഹ്മരക്ഷസുകള്, വേതാളങ്ങള്, കൂഷ്മാണ്ഡങ്ങള്, ഭൈരവന്മാര്, അങ്ങനെ 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 എല്ലാ നമ്മളിലേക്ക് അടുക്കാൻ നോക്കുന്ന എല്ലാ നെഗറ്റീവ്സും ഈ കവചം ചൊല്ലുന്ന വ്യക്തിയെ കണ്ടാൽ ഓടി മറയും. ദേവി കവചത്തിന്റെ ശക്തി എന്നാണ്. കവചമുണ്ടോ ഒരു ഭയങ്കര സംരക്ഷണമായിരിക്കും നമുക്ക്. മനസ്സിലായോ? മനോനദിർഭേവദാക്ഷാ വൃദ്ധികരം പരം യശസാ വർദ്ധതേ സോഭി കീർത്തിമണ്ഡിത ഭൂതലേ. ആകെ 210 ഷെയർ ആയിട്ടേ ഉള്ളൂ. മോശം മോശം മോശം, വളരെ മോശം. ഈ കവചം ആരാണോ ചൊല്ലുന്നത് അല്ലെങ്കിൽ കീർത്തിക്കുന്നത്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, രാജാക്കന്മാരിൽ നിന്ന് നല്ല ബഹുമാനം ലഭിക്കും, തേജസ് വർദ്ധിക്കും, ഭൂതലം മുഴക്കെ പുകഴ്ത്തും. അങ്ങനെ ദേവി കവചം പറഞ്ഞു കൊടുക്കുന്നവർക്ക് ദേവിയുടെ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ജപേത് സപ്തശതീം ചണ്ഡീം കൃതാതു കവചം പുരാ യാവത് ഭൂമണ്ഡലം തിഷ്ടോ സലൈശവനഖാനനം താവത്തിഷ്ടതീമേധിനാം സന്തതി പുത്രപൗത്രികി എന്ന് വെച്ചാല് കവചം ജപിച്ചതിന് ശേഷം സപ്തശതിയാവുന്ന ചണ്ഡികയെ, അതായത് ദേവി മഹാത്മ്യത്തിന്റെ ജപിക്കുന്നവന്റെ പൗത്രന്മാരടങ്ങിയ കുലം പർവ്വത കാനനങ്ങളോടുകൂടിയ ഭൂമണ്ഡലം നിലനിൽക്കുന്നത് വരെ പരിലസിക്കും. അതായത് നമ്മുടെ കവചമാണമ്മ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കവചത്തിന്റെ അർത്ഥമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ദേവി കവചം ഞാൻ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തിട്ടരാം. ചൊല്ലും എന്നും ചൊല്ലണേ, മറക്കരുത്. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ചൊല്ലും. അപ്പൊ സങ്കടങ്ങളൊക്കെ മാറും. ഓക്കെ, ചൊല്ലണം കേട്ടോ, എല്ലാവരും ചൊല്ലണം. അപ്പോ എന്താ പറയണത്? ദേവി മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവനും ദേവി മഹാത്മ്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നത് എങ്ങനെയാ? ഒരു മിനിറ്റ് ബിന്ദമ്മേ, എങ്ങനെയാ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭൂമണ്ഡലം, പർവ്വതങ്ങള്, ഭൂമണ്ഡലം, ഇതൊക്കെ നിലനിൽക്കുന്ന കാലം വരെ നമ്മുടെ തലമുറയും നിലനിൽക്കുന്ന ആ ഫാമിലിയിട്ട് നോക്കിയാൽ ഇതെല്ലാം നിലനിൽക്കുന്ന പറയണം. നമ്മുടെ തലമുറകൾക്ക് നാശമുണ്ടാവില്ല. മനസ്സിലായില്ലേ? ദേഹാന്തേ പരം സ്ഥാനം യസുരൈരഭി ദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദതേ. ഞാനും ചൊല്ലും, എല്ലാവരും ചൊല്ലും. അപ്പോ ദേഹവിയോഗത്തിന് ശേഷം, നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ദേവന്മാർക്ക് പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പരമമായിരിക്കുന്ന സ്ഥാനം മഹാമായയുടെ പ്രസാദം കൊണ്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, ദേവി കവചം ചൊല്ലിയാണ്. ശ്രീ വരാഹപുരാണേ ഹരിഹര ബ്രഹ്മവിരചിതം ദേവിയോ കവചം. നമ്മളിപ്പോ കേട്ടതും അതും പരീക്ഷിക്കാമോ? അങ്ങനെ പറയരുത്.
ഇങ്ങനെ പറയും, അത് തെറ്റാണ്. പരീക്ഷണാർത്ഥം ഒരിക്കലും ഈശ്വരനോട് അടുക്കരുത്. എന്തിനാ പരീക്ഷിക്കാൻ പോകുന്നത്? നമ്മൾ പരീക്ഷിക്കേണ്ട ആളുകളല്ലല്ലോ ഈശ്വരന്മാർ, ആണോ? ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടാ. ഇത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ കൊണ്ട് നമ്മുടെ വായിൽ നിന്ന് വന്നു പോകുന്ന വാക്കുകളാണ്, പക്ഷെ അത് പറയാൻ പാടില്ല. ഓക്കെ, പറഞ്ഞാൽ തെറ്റാണ്. ബിന്ദുമ്മേ, അവിടെ അല്ലല്ല, അതെനിക്കറിയാം എന്താ ചെയ്യണേ. അപ്പോ ദേവി കവചം മറക്കാതെ ചൊല്ലുക. കവചം മാത്രം ഞാൻ വേണമെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, കവചം ചൊല്ലണം. എവിടെ പോയി രാജി മാതാജി? പരീക്ഷിക്കാൻ പാടില്ല കേട്ടോ അമ്മയെ. ഒരിക്കലും അമ്മയെ പരീക്ഷിക്കരുത്. പരീക്ഷണാർത്ഥം അമ്മയെന്നല്ല, ഒന്നും പരീക്ഷിക്കരുത്, തെറ്റാണ്. പരീക്ഷയല്ല, നമുക്ക് വിജയിക്കാൻ ഒരു വഴി. അമ്മയോട് അടുക്കണം, സ്നേഹം, പ്രേമഭക്തി, അത്രയും മതി കേട്ടോ. പിന്നെ ഇനി നമുക്ക് അർഘളാ സ്തോത്രമുണ്ട്. അതൊക്കെ പ്രഥമ ചരിതത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അർഘളവും കീലവും ഒക്കെ ഉണ്ട്, അത് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ മാതാംഗി, നല്ല പേര് മാതാംഗി. നമുക്ക് ഒന്നാം ചരിതത്തിലേക്ക് പോവാം. ഓക്കെ, നോക്കിയില്ല വാട്സപ്പ്, കുറച്ച് നോക്കി, പിന്നെ നോക്കിയില്ല. ഒരു രാവിലെ മുതൽ ഇരിക്കുക ഫോണിന്റെ മുന്നിൽ. 6 മണിക്കാണ് ഞാൻ എണീറ്റത്. കുറേയൊക്കെ നോക്കി, ഇനിയും കുറച്ച് നോക്കാം കേട്ടോ. നോക്കി വരുന്നു. പ്രഥമോധ്യായം, അതായത് ഒന്നാമത്തെ അധ്യായത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രഥമ ചരിതസ്യ ബ്രഹ്മാർഷി മഹാകാളി ദേവതാ ഗായത്രി ചന്ദ നന്ദാശക്തി രക്തദന്തികാ ബീജം അഗ്നിതത്വം ഋഗ്വേദസ്വരൂപം ശ്രീ മഹാകാളി പ്രീത്യർത്ഥം ധർമാർത്ഥം ജപേ വിനിയോഗഹി. അപ്പോ നമ്മള് ഒന്നാമത്തെ ശ്ലോകം എടുത്തു, ധ്യാനം പറയുന്നു. ധ്യാനത്തിൽ എന്താ പറയുന്നത്? ഗഡ്ഗം ചക്രഗതേഷു ചാപ പരിഗാൻ ശൂലം ഭൂഷുണ്ടീം ശിരഃ ശംഖം സ്കന്ധതീം കൈരസ്തിനിന്യായനാം സർവാംഗഭൂഷാവൃതാം നീലാശ്ചുമാസ്യ പാദശതശകാം സേവേ മഹാകാളികാം യാമസ്തദൗ സ്വഭിതേ ഹരൗ കമലജോ ഹന്തും മധുക്കൈടവം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് 10 കൈകളിലായിട്ട്, അമ്മയുടെ 10 കൈകളിലായിട്ട് വാള്, ചക്രം, ഗദ, അമ്പ്, വില്ല്, പരിഘ, ശൂലം, ഭൂഷുണ്ടി, ഛേദിക്കപ്പെട്ട തല, ഒരു തലയില്ല അമ്മയുടെ തല, ശംഖ്, ഇതൊക്കെ ധരിച്ചിരിക്കുന്ന 10 കൈകളിലായിട്ട് ഇതൊക്കെ ധരിച്ചിരിക്കുന്ന 3 കണ്ണുകളുള്ള എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളിലും ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന ഇന്ദ്രനീല കല്ലിന്റെ കാന്തിയോട് കൂടിയിരിക്കുന്ന, എന്താ പറയുന്നത്, 10 തലയും 10 കാലും ഉള്ളവളും വിഷ്ണു ഉറങ്ങിക്കിടക്കുമ്പോൾ, ഭഗവാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്താ പറയുന്നത്, മധു കൈടവൻ എന്ന 2 അസുരന്മാരെ കൊല്ലാൻ വേണ്ടി ബ്രഹ്മദേവൻ സ്തുതിച്ച മഹാകാളി ദേവിയെ നമ്മൾ വന്ദിക്കുന്നു. എന്താ പറയുന്നത്, 10 കൈകളുണ്ട്. ആ 10 കൈകളിലായിട്ട് വാള്, ശംഖ്, ചക്രം, ഗദ, അമ്പ്, വില്ല്, പരിക, ശൂലം, എന്താ പറയാ, ഭുഷുണ്ടി, ഛേദിക്കപ്പെട്ട തല, ഇതൊക്കെ ധരിച്ച് 3 കണ്ണുകളോടുകൂടി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആഭരണങ്ങളൊക്കെ ധരിച്ച് 10 തലയും 10 കൈയും 10 കാലും ഒക്കെ ഉള്ള വിഷ്ണു ഭഗവാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കർണമലത്തിൽ നിന്ന് വന്ന 2 അസുരന്മാരുടെ പേരാണ് മധുവും കൈടവനും, മധുകൈടവന്മാർ. ഓക്കെ, ആ 2 അസുരന്മാരെയും കൊല്ലാൻ വേണ്ടി ബ്രഹ്മദേവനാരെ സ്തുതിച്ചു, മഹാകാളിയെ സ്തുതിച്ചു. ആ മഹാകാളി ദേവിയെ നമ്മൾ വന്ദിക്കുന്നു. ഇതാണ് നമ്മുടെ 1-ാം അധ്യായത്തിലുള്ള 4 ലൈനിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഓം നമഃചണ്ഡികായേ. ഓം ഐം മാർക്കണ്ഡേയ വാച. മാർക്കണ്ഡേയൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? സാവർണി സൂര്യധനയോ മനുക്കഥ്യതേഷ്ടമാ നിശാമയ തതുത്പത്തിയും വിസ്താരസ്താരഗതോ മമ. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, 8ാമത്തെ മനു എന്ന് പറയുന്ന സൂര്യന്റെ മകനായിരിക്കുന്ന സാവർണിയുടെ ഉൽപ്പത്തി, അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം, കേട്ടോളൂ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ മാർക്കണ്ഡേയ മുനി പറയുന്നത്. മഹാമായാനുഭാവനേ യഥാ മന്വന്തരാദിവ സ ബഹ്വ മഹാഭാഗ സ്ഥാവർണിസ്തനയോരവ എന്ന് വെച്ചാല്, മഹാഭാഗനായിരിക്കുന്ന സൂര്യന്റെ മകനായിരിക്കുന്ന ഈ സാവർണി മഹാമായയുടെ അനുഗ്രഹം കൊണ്ട്, സാവർണി എന്ന് പറയുന്ന കുട്ടി അമ്മ ദേവിയുടെ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് എന്താണ്, എങ്ങനെ മന്വന്തരാധിപതിയായി എന്നാ പറയുന്നത്. എങ്ങനെ കവചവും
അർഗളും കീലകവും ഒക്കെ ചൊല്ലണം. അത് എങ്ങനെ ദേവി മാഹാത്മ്യം ചൊല്ലണം എന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. അത് മാത്രമായിട്ടൊരു ക്ലാസ് എടുത്ത് വെക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സാവർണി എങ്ങനെയാണ് മന്വന്തരാധിപതിയായത് അതേക്കുറിച്ചാണ് നമ്മുടെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞിരുന്നത്. സ്ഥാരോചിഷേന്തര പൂർവം ചൈത്രവംശ സമുദ്ഭവ സുരതോ നാമരാജാഭൂത് നമസ്തേ ക്ഷിതിമണ്ഡല എന്ന് വെച്ചാല് അഗ്നിയുടെ മകനായിരിക്കുന്ന സ്വരോചിഷൻ, അഗ്നിയുടെ മോന്റെ പേരെന്താണ്? സാരോചിഷൻ. അദ്ദേഹം മനുവായിരിക്കുന്ന കാലത്തില് ചൈത്രവംശത്തില് പിറന്ന, അങ്ങനെ ഒരു വംശമുണ്ട്. ഓക്കെ, ആ വംശത്തില് ജനിച്ച സുരഥൻ എന്നു പേരുള്ള ഒരു രാജാവ്, സുരഥൻ എന്ന് പറയുന്ന രാജാവ് സകല ഭൂമണ്ഡലത്തിലെ എല്ലാത്തിനും അധിപതിയായി തീർന്നു. ഈ സുരഥൻ എന്ന് പറയുന്ന രാജാവ് എല്ലാത്തിനും അധിപതിയായി തീർന്നു. ഓക്കെ, തസ്യപാലയത സമ്യക് പ്രജാപുത്രാനി വരസ്വാൻ ബഭ്രുഭൂ ശത്രദേ ഭൂഭ ലോകോം വിദ്വസ്തിനത്തത എന്ന് വെച്ചാല് പ്രജകളെ, അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചു വന്ന അദ്ദേഹത്തിന് കോലനെ ഇല്ലായ്മ ചെയ്ത രാജാക്കന്മാർ ശത്രുക്കളായി ഭവിച്ചു. വേറെ രാജ്യത്തിലെ രാജാക്കന്മാർ ഇദ്ദേഹത്തിന് ശത്രുക്കളായി മാറി. തസ്യത്തൈര്യഭവദ്യുന്തമധി പ്രബലാദണ്ഡിന നൈനുരഭീസ തൈർ യുദ്ധേ കോലാ വിദ്വംസവിർജിത എന്ന് വെച്ചാല് രാജാവും അവരും തമ്മിൽ ഭയങ്കര യുദ്ധം ഉണ്ടായി. ഈ രാജാവും ഈ പറയുന്ന സ്ഥലത്തെ കോലനെ കൊന്ന ആൾക്കാരും തമ്മിൽ യുദ്ധം ഉണ്ടായി. അവരുടെ ഫലം കുറച്ച് കുറവാണ്, പക്ഷെ എങ്കിലും രാജാവ് ആ യുദ്ധത്തിൽ തോറ്റുപോയി. എതിർഭാഗത്ത് നിൽക്കുന്നവരുടെ ശക്തി കുറവാണെങ്കിലും രാജാവ് തോറ്റുപോയി. ഓക്കെ, തതസ്വപുരാമായധോ നിജ ദേശാധിപോ ഭവേ ആക്രാന്ത സമ മഹാഭാഗസ്തൈതസ്ഥാ പ്രബലായി. ആ പ്രബലരായിരിക്കുന്ന ശത്രുക്കൾ, അതായത് ശക്തി ആർജിച്ചിരിക്കുന്ന ആ ശത്രുക്കൾ കൊണ്ട് ആക്രമിക്കപ്പെട്ടു ഈ രാജാവ്, അല്ലെ? അങ്ങനെ മഹാഭാഗൻ എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ സ്ഥലത്ത് വന്നിട്ട് എന്താ പറയാ എത്തിയിട്ട് സ്വന്തം ദേശത്തിന്റെ മാത്രം അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ മാത്രം അധിപനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റവരോട് തോറ്റുപോയി. അവർ അത്ര ശക്തി ഇല്ലെങ്കിലും ഈ രാജാവ് എങ്ങനെയോ തോറ്റിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അധിപതിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ടോ അമാധേർബലി ദുഷ്ടൈ ദുർബലസ്യ ദുരാപാപ്മി കോശോ ബലം ചാപഹൃതം തത്രാഭിസ്വപുരതേ സദാ. അവിടെ രാജാവ് അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ ആളായിട്ട് മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് എന്താ ചെയ്തത്? രാജാവ് ദുർലഭനായതുകൊണ്ട്, അതായത് ദുർബലനായതുകൊണ്ട്, മീൻസ് അവരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നല്ല ശക്തിയുണ്ട്, അപ്പൊ ഇദ്ദേഹം തോറ്റുപോയത് ദുർബലനായതുകൊണ്ട്, ശക്തി കുറഞ്ഞതുകൊണ്ട് ബലവാന്മാരും ദുഷ്ടന്മാരുമായിരിക്കുന്ന മന്ത്രിമാർ എന്ത് ചെയ്ത്? രാജാവിന്റെ ഭണ്ഡാരോ സൈന്യത്തെ എല്ലാം കട്ടുകൊണ്ടുപോയി. മനസ്സിലായില്ലേ? ഇദ്ദേഹം അവിടെ പോയി യുദ്ധം ചെയ്തിട്ട് തോറ്റു വന്നല്ലോ, അപ്പൊ അത്ര ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്തത്? ബലവാന്മാരായിരിക്കുന്ന ദുഷ്ട സ്വഭാവമുള്ള കുറെ മന്ത്രിമാരുണ്ടായിരുന്നു ഈ രാജാവിന്റെ കൂടെ. അവരെന്താ ചെയ്തതെന്നറിയോ? രാജാവിന്റെ സൈന്യത്തിനെയും ഭണ്ഡാരത്തിനെയും കൂടെ കട്ടുകൊണ്ടുപോയി. തഥോ മൃഗവ്യാജേന ഹൃദസ്വാമ്യ സഭൂപതി ഏകാഗി ഹയമാരുഹ്യ ജഗാമ ഗഹനം വനം. അപ്പോ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു രാജാവിന്. സൈന്യവും പോയി, ഭണ്ഡാരവും പോയി, സ്ഥാനമാനങ്ങളും പോയി, എല്ലാം നഷ്ടപ്പെട്ട രാജാവ് എന്ത് ചെയ്ത്? ഒറ്റയ്ക്കൊരു കുതിരപ്പുറത്ത് കയറിയിട്ട് നായാട്ടിനെന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെയാ പറഞ്ഞു ഓടിയത്, നായാട്ടിനെന്നും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്തത്? നേരെ കൊടും കാട്ടിലേക്ക് പോയി ഈ രാജാവ്. സത്തത്രാശ്രമ ദക്ഷി ദ്വിജവര്യ സുമേധസ പ്രദാശാശ്വതാകീർണം മുനി ശേഷിതോപശോഷിതം എന്ന് വെച്ചാല് അനേകം മുനി ശിഷ്യന്മാരുള്ളതും ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാട്ടില് കഴിയുന്ന, അങ്ങനെയുള്ള മൃഗങ്ങളോടും മുനി ശിഷ്യന്മാരോടും കൂടിയൊക്കെ കഴിയുന്ന സുമേധസ് എന്ന് പറയുന്ന ഒരു ഋഷിവര്യൻ. എന്താ അദ്ദേഹത്തിന്റെ പേര്? സുമേധസ് എന്ന് പറയുന്ന ഒരു ഋഷിവര്യന്റെ, സന്യാസിയുടെ ആശ്രമം കണ്ടു. ആര്? നമ്മുടെ ഈ രാജാവ്. അദ്ദേഹം കാട്ടിൽ പോയി ധ്യാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ പോയതാണ്. കൊടുങ്കാട്ടിലേക്ക് പോയപ്പോഴാണ് അവിടെ കുറെ മുനിമാരായിരിക്കുന്ന ആളുകളും പിന്നെ അതുപോലെ തന്നെ കുറെ മൃഗങ്ങളോടൊക്കെ നല്ല സ്നേഹമായിട്ട് കഴിയുന്ന ഈ പറയുന്ന സുമേധസ് എന്ന് പറയുന്ന ഒരാളെ, ആ ഋഷിവര്യനെ നമ്മുടെ ഈ രാജാവ് കണ്ടു. തസ്തൗ കംചിത്സകാലം ച മുനീനാഥേന സംസ്കൃത ഇതശ്ചേതശ്ച വിരചിന്തമസ്മിൻ മുനിരാശ്രവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുമേധസ് എന്ന മഹർഷിയിൽ നിന്ന് വേണ്ടതുപോലെ സുമേധസ് നല്ല രീതിയിലൊക്കെ ഈ രാജാവിനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി എല്ലാം കണ്ട് കാടൊക്കെ കണ്ടിട്ട് രാജാവ് കുറച്ചു കാലം ഈ സുമേധസിന്റെ ആശ്രമത്തിൽ താമസിച്ചു. സോ ചിന്തയത്തഥാ തത്ര മമത്വാ കൃഷ്ണമാനസ.
അപ്പോ മമത കൊണ്ട് ആകർഷിക്കപ്പെട്ട അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു. ഒരു മമത കൊണ്ട് ഒരു ആകർഷണം തോന്നി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? മത് പൂർവൈ പാലിതം പൂർവം മയാഹീനം പുരം ഹിതത് മതൃദൈസ്തരൈ സദ്വത്രേ ധർമ്മത പാലിതേനാവ. എന്ന് വെച്ചാല് എന്റെ പൂർവീകന്മാരാൽ, ഈ രാജാവിന്റെ കഴിഞ്ഞുപോയ തലമുറകളാൽ പരിപാലിക്കപ്പെട്ടിരിക്കുന്ന ആ രാജ്യം ഇന്ന് ഞാനില്ല അവിടെ. എൻ്റെ പൂർവികരാണ് ഇത്രയും കാലം ആ രാജ്യം പരിപാലിച്ചത്. ഇപ്പോ ആ രാജ്യം ഞാനില്ല, ആ രാജ്യത്തിൽ ഞാനില്ല. ദുർവൃത്തന്മാരായിരിക്കുന്ന എൻ്റെ ഭൃത്യന്മാർ, അതായത് മര്യാദയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത എൻ്റെ ഭൃത്യന്മാർ, ജോലിക്കാർ, എൻ്റെ രാജ്യം ധർമ്മത്തിനനുസരിച്ചൊക്കെ നടത്തുന്നുണ്ടോ, അതോ എല്ലാം തോന്നിയ പോലെയാണോ? ഈ രാജാവ് ഇവിടെ ഇരുന്നു കൊണ്ട് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന ഋഷിവര്യന്റെ ഈ സുമേധസ് എന്ന് പറയുന്ന ഋഷിവര്യന്റെ ഇവിടെ ഇരുന്നുകൊണ്ട്, ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് സ്വന്തം രാജ്യത്തെ കുറിച്ചാണ് ഇങ്ങനെ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ചിന്തിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹം. ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ രാജ്യം നശിപ്പിക്കോ? എന്റെ പൂർവികന്മാരാണ് ഈ രാജ്യം ഇത്രയും നന്നാക്കി കൊണ്ടുവന്നത്, ഇന്നിപ്പോ എനിക്ക് അത് നോക്കാൻ പറ്റാതെ വന്നു. അപ്പൊ ഇദ്ദേഹത്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ന ജാനേ സപ്രധാനോ മേ ശൂരഹസ്തി സദാമത മമ വൈരിവശ്യം യാതക്കാൻ ഭോഗാനുപാലശ്യസൈ. എൻ്റെ ഏറ്റവും ശൂരനായിരിക്കുന്ന, എപ്പോഴും മതമുള്ളമായിരിക്കുന്ന ഒരു ആന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല ശൂരവീരനായിരിക്കുന്ന മതമുള്ള ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന ഇപ്പൊ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് ഏത് രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം പറയാണ്, രാജാവ് പറയണം, ഏത് രീതിയിലാണ് ആ ആന ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഏ മാമനുഗത നിത്യം പ്രസാധനോ ഭോജനേ അനുവൃത്യം ധ്രുവം തേദ്യ കുർവന്ധ്യന മഹീഭുജാം. എന്ന് വെച്ചാല് പദവിക്കും പണത്തിനും ആഹാരത്തിനും വേണ്ടി എൻ്റെ ഒപ്പം നിന്നിട്ട് എൻ്റെ സേവകർ എന്താ ചെയ്തത്? ഇന്ന് തീർച്ചയായിട്ടും എൻ്റെ സേവകരെല്ലാം ഇന്ന് വേറെ രാജ്യത്തിലെ രാജാവിനെയാണ് സേവിക്കുന്നത്. ഇത്രകാലം പണത്തിനും പ്രശസ്തിക്കും പേരിനൊക്കെ വേണ്ടി എൻ്റെ കൂടെ നിന്നു. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് വേറെ രാജാക്കന്മാരെയാണ് എൻ്റെ സേവകര് സേവിച്ചു കൊണ്ടിരിക്കുന്നത്. അസമൃത്വയാശീലസ്തതേ കുർവദ്ഭി സതതം വ്യയം സചിന്താസോ ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി. ഞാൻ വളരെ കഷ്ടപ്പെട്ട്, രാജാവ് പറയണം, ഞാൻ വളരെ കഷ്ടപ്പെട്ട് ശേഖരിച്ചൊരു ഭണ്ഡാരം ഉണ്ടായിരുന്നു. ആ ഭണ്ഡാരം ഈ ധൂർത്തന്മാരെന്താ ചെയ്തിരിക്കുന്നത്? അതെല്ലാം എടുത്ത് നശിപ്പിച്ച് ഒന്നുമില്ലാണ്ട് ആക്കി തീർത്തിട്ടുണ്ടാവും. എല്ലാ തരത്തിലും അവര് നശിപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ ഭണ്ഡാരത്തിനെയും രാജ്യത്തിനെയും എല്ലാം നശിപ്പിക്കും. ഏതച്ചാനിശ്ച സതതം ചിന്തയാമസ്സ പാർത്ഥിവ തത്ര വിപ്രാശമാഭ്യാരേ വൈഷമേഘം ദദർശസ. രാജാവ് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തെ കുറിച്ച്. വല്ലാത്തൊരവസ്ഥയിൽ മൈൻഡ് അപ്സെറ്റായി ഇങ്ങനെ ചിന്തിക്കുമ്പോ ആ സമയത്ത് ആ ബ്രാഹ്മണന്റെ ആശ്രമത്തിന്റെ അടുത്തായിട്ട് പരിസരത്തായിട്ട് രാജാവ് നോക്കുമ്പോൾ ഒരു വൈശ്യനുണ്ട് അവിടെ. ആ വൈശ്യനെ രാജാവ് കണ്ടു. ഓക്കെ. സപൃഷ്ടസ്തനേ കസ്ത്വംഭോ ഹേതുശ്ചാഗമനേ സശോക ഇവ കസ്മാത്വം ദുർമന ഇവ ലക്ഷ്യസേ. അതായത് എന്താ പറയുന്നത്? നിങ്ങൾ ആരാണ്? എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖിതനായി കാണപ്പെടുന്നു? ഇങ്ങനെ രാജാവ് എന്ത് ചെയ്ത് വൈശ്യനോട് ചോദിച്ചു. എന്താ കാര്യം? എന്തിനാ നിങ്ങളിങ്ങനെ വിഷമിച്ച് കാണുന്നത്? വല്ലാണ്ട് ദുഃഖമുണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത്. ആരോട് ചോദിക്കുന്നു? രാജാവ് വൈശ്യനോട് ചോദിക്കുക. അപ്പോ ഇത്യകർമ്യാവജത്തസ്യ ഭൂപതേ പ്രാണയോധിതം പ്രത്യുവാചാസ്തദം വൈശ്യ പ്രസന്നാവനധോന്നുപം. അതായത് രാജാവിന്റെ ആ സ്നേഹത്തോടു കൂടിയ വാക്ക് കേട്ടപ്പോ ആ വൈശ്യൻ ഇങ്ങനെ നല്ല താഴ്മയോട് കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? വൈശ്യ വാച. വൈശ്യൻ പറഞ്ഞു, സമാധി നാമ വൈശ്യോ ഹമുത്പന്നോ ധനിനാം ധല പുത്രാധൈ നിരശ്ച ധനലോഭാദ സാധുതി. എന്താ പറഞ്ഞത്? ഒരു ധനികമായിരിക്കുന്ന കുലത്തില്, നല്ല പേരും പണവും പ്രശസ്തിയുള്ള ഒരു കുലത്തില് ജനിച്ച സമാധി എന്ന് പറയുന്ന ഒരു വൈശ്യനാണ് ഞാൻ. ഇദ്ദേഹത്തിന്റെ പേരെന്താ? സമാധി. എന്റെ പേര് സമാധി എന്നാണ്. അസത്തുക്കളായിരിക്കുന്ന എന്റെ പുത്രന്മാർ, എന്റെ മക്കളും ഭാര്യയും എന്താ ചെയ്തത്? ധനമോഹം കൊണ്ട് എല്ലാം അപഹരിച്ചു. പുത്രനും ഭാര്യയും കൂടെ ധനമോഹം കൊണ്ട് എല്ലാം അപഹരിച്ചിട്ട് എന്നെ പുറത്താക്കി, ഈ വൈശ്യനെ പുറത്താക്കി. വിഹീനശ്ച ധനൈർധാരേ പുത്രരാധായ മേ ധനം വനമാഭാഗ്യതോ ദുഃഖി നിരശ്ചാപത് ബന്ധുതി. ഇപ്രകാരം ഇതുപോലെ ഭാര്യയും മക്കളും നഷ്ടപ്പെട്ട് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ കൈവിട്ടപ്പോ ഞാനിങ്ങനെ ദുഃഖിതനായി ഈ കാട് കയറി വന്നതാണ്. സോഹം ന വേത്മി പുത്രാണാം
കുശലാകുകുലാത്മികം പ്രവൃത്തിയും സ്വജാനശ്ച ധാരണാം ചാത്ര സംസ്ഥിത. അങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭാര്യയുടെ, എൻ്റെ മക്കളുടെയൊക്കെ, ബന്ധുക്കളുടെ ഒക്കെ സുഖത്തെ പറ്റി ഞാൻ എങ്ങനെ അന്വേഷിക്കാനാണ്? എനിക്കൊരു വിവരവും കിട്ടുന്നില്ല. വൈശ്യൻ പറയണേ, എനിക്കൊരു വിവരവും കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഈ കാട്ടില്. അവരൊക്കെ എന്നെ പറ്റിച്ചു പോയി. ഞാനിപ്പോ ഇങ്ങനെ എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഈ കാട്ടിലിരിക്കുകയാണ്. എനിക്കാണ് അവരെ കുറിച്ച് ഒരു അറിവുമില്ല. കിംനു തേഷാ ഗുഹേ ക്ഷേമക്ഷേമം കിംനു സമ്പ്രദാം കഥാം തേം കിംനു സവൃത്താ ദുർവൃത്താ കിംനു മേ സുധ. അവർക്കിപ്പോ വീട്ടിൽ സുഖമായിരിക്കൂ? എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അവര് നല്ല രീതിയിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ചീത്ത രീതിയിലാണോ അവര് ജീവിച്ചു പോകുന്നത്? ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. രാജോ വാച. അപ്പൊ രാജാവ് പറയാണ്, യൈർ നിരസ്തോ ഭവാൻ ലുബ്ധേ പുത്രധാരാഭിദുർദനേ തേഷു കിം ഭവതാ സ്നേഹമനുത്ബാധാനി മാനസം. താങ്കളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യയും മക്കളും താങ്കളെ പുറന്തള്ളി. അങ്ങയുടെ മനസ്സ് ഇപ്പോഴും എന്തിനാണ് അവരെ കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നത്? അങ്ങേ യൂസ് ചെയ്ത് പുറത്തു കളഞ്ഞ ആൾക്കാരല്ലേ? എന്തിനാ അവരോട് ഇപ്പോഴും സ്നേഹം തോന്നുന്നത്? അതെന്തുകൊണ്ട് അങ്ങേക്ക് അങ്ങനെ അവരോട് സ്നേഹം തോന്നാൻ കാരണം എന്ന്. വൈശ്യവാച. വൈശ്യൻ പറഞ്ഞു, ഏവമേതത് യഥാ പ്രാഹ ഭവനാ സമദ്ഗതം വച കിം കരോമി നാധി മമ നിഷ്ഠൂരധാം മന. എന്താ പറയുന്നത്? എന്നെ പറ്റി അങ്ങ് പറഞ്ഞത് ശരിയാ. ഞാൻ എന്തും ചെയ്യട്ടെ, എനിക്ക് അവരോടൊരു ക്രൂര മനോഭാവം കാണിക്കാനുള്ള മനസ്സ് എനിക്ക് വരുന്നില്ല. ഈ വൈശ്യൻ രാജാവിനോട് പറയണേ, എന്നെ പറ്റി അങ്ങ് എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എനിക്കൊരു മനസ്സ് വരുന്നില്ല, ഒരു ക്രൂരത കാണിക്കാൻ തോന്നുന്നില്ല. യൈശ്ചന്ദ്യജ്യാ പിതൃസ്നേഹം ധനബുദ്ധേർ നിരാകൃത പതിജ്വഹനാഹാർദം ചാർത്തിഹാർത്തി തേഷ്വേ മമേ മന. അച്ഛനെന്നോ ഭർത്താവെന്നോ ബന്ധുക്കളെന്നോ യാതൊരു സ്നേഹവും കാണിക്കാതെ എൻ്റെ സ്വത്തിന് വേണ്ടി മാത്രം അവനെ പുറന്തള്ളിയതാ എൻ്റെ ഭാര്യയും മക്കളും. എന്നാലും എൻ്റെ മനസ്സ് ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സ് കിമേതനാഭി ജാനാതി ജാനനബി മഹാമതേ യത് പ്രേമവർണ്ണ പ്രവണം ചിത്തം വി ഗുണേശ്വബി ബന്ധുഷു. മഹാത്മാവേ, എനിക്ക് അറിവുണ്ടെങ്കിലും ഗുണമില്ലാത്ത ബന്ധുക്കളോട് സ്നേഹം ഉണ്ടാവുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മനസ്സിലാവുന്നില്ല മഹാത്മാവേ, എൻ്റെ മനസ്സ് എന്താണ് ഇങ്ങനെ. എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ എന്നോട് ഇത്രയും ദുഷ്ടത്തരം ചെയ്തിട്ടും എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോടും ഇപ്പോഴും സ്നേഹമാണ്. എനിക്കറിയില്ല എൻ്റെ മനസ്സ് എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്ന്. ത്വേഷാം ഹൃദയ മേ നിശ്വാസോ ദൗർമന്യസ്യം ജായതേ കരോമി കിം എന്ന മസ്തേഷ പ്രീതിയേഷു നിഷ്ഠൂരം. അവരെ ഓർത്ത് ഞാൻ ഇപ്പോഴും നെടുവീർപ്പിടുകയാണ്, ദുഃഖിക്കുകയും ചെയ്യാണ്. അവർക്ക് എന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്ക് അവരോടൊരു ക്രൂര മനോഭാവം കാണിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് രാജാവേ എന്ന് ചോദിച്ചു. തതസ്തൗ സഹിതോ വിപ്ര തം മുനിം സമുപസ്ഥിതൗ സമാനി നിർധാമ വൈശ്യോ സൗസജ പാർത്ഥിവസത്തമ. അല്ലയോ ബ്രാഹ്മണ, പിന്നീട് സമാധി എന്നുള്ള ആ രാജാവും നമ്മുടെ ഈ സമാധി എന്നുള്ള ഈ മുനിയും നമ്മുടെ രാജാവും കൂടെ എന്താ ചെയ്തത്? ഒരുമിച്ച് മുനിയുടെ അടുത്തേക്ക് പോയി. കൃത്വാദുതൗ യഥാ ന്യായം യഥാർഹം തേന സംവിധം ഉപവിഷ്ടൗ കഥാ കാശിക്കദുർവൈശ്യ പാർത്ഥിവൗ. മുനിയുടെ അടുത്ത് ചെന്നിട്ട് അവർക്ക് അത് അനുയോജ്യമായ സ്ഥാനങ്ങളിലിരുന്ന്, അതായത് മുനിയുടെ അടുത്ത് ചെന്നിട്ട് ഈ രാജാവും ഈ പറയുന്ന വൈശ്യനും കൂടെ മുനിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു അനുയോജ്യമായ സ്ഥലത്തിൽ ഇരുന്നിട്ട് സംസാരിച്ചു തുടങ്ങി. രാജോ വാച. രാജാവ് പറഞ്ഞു, ഭഗവത്വാമഹം പ്രതിഷ്ഠുമേഖജാം വദസദൗ ദുഃഖായ യത്മേ മനസാ സ്വചിത്തായത്താം വിന എന്ന് പറഞ്ഞു. അല്ലയോ ഭഗവാൻ, ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് എനിക്ക് അധീനപ്പെടാതെ, എനിക്ക് വശമായി നിൽക്കാതെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദുഃഖം നൽകുന്നത്? അതെനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. മമത്വം ഹൃദരാജസ്യ രാജാംഗേശ്വകിലേശ്വബി ജാനദോബി യജ്ഞായജ്ഞസ്യ കിമേത മുനി സംസ്ഥിത. അല്ലയോ മഹർഷി, അറിവുള്ളവനാണെങ്കിൽ പോലും രാജ്യം കൈവിട്ടു പോയിട്ടും വെറും അറിവില്ലാത്തവനെ പോലെ എങ്ങനെയാണ് അങ്ങേക്ക് അങ്ങയുടെ രാജ്യത്തിലെ ആൾക്കാരോട് ഒരു മമത തോന്നുന്നത്? ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അയം ച നികൃത പുത്രാർ ഭാര്യൈർതദോ സ്ഥിതഞ്ജിത സ്വജനേന ച സന്ധ്യക്ഷുസ്തേദേഷു ഹാർത്തി തദാപ്യതി. ഇവനും, അതായത് ഈ വൈശ്യനും ഭാര്യയും മക്കളും ഒക്കെ ഭൃത്യന്മാരൊക്കെ ഉപേക്ഷിച്ചതാ. എന്നിട്ട് എല്ലാ സ്വന്തക്കാരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ടും അദ്ദേഹത്തിന് ഇപ്പോഴും അവരോടും സ്നേഹമാണ്. രാജാവിന് രാജാവിന്റെ രാജ്യത്തോടും ഈ വൈശ്യന് അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സ്നേഹം.
ഏവമേഷത്തദാഹാം ച ദ്വാവ്യപ്രത്യന്തു ദുഃഖിതൗ ദൃഷ്ടദ്വോഷോപി വൈഷിയേ മമത്വാകൃഷ്ടമാനസൗ. ഇപ്രകാരം ഞങ്ങൾ രണ്ടുപേരും ദോഷം കണ്ടിട്ടും അവയോട് മമത തോന്നുന്ന മനസ്സോട് ഞങ്ങൾ ഇത്രയും ദ്രോഹിച്ച് വിഷമിപ്പിച്ച് പീഡിപ്പിച്ച് പുറന്തള്ളിയിട്ട് പോലും ഞങ്ങൾ രണ്ടുപേരും, അതായത് ഈ രാജാവും വൈശ്യനും അത്യന്തം ദുഃഖിതരാണ്. എന്തുകൊണ്ടാണ്? അയ്യോ മാതാജി റെസ്റ്റ് എടുക്കൂട്ടോ, പനിയാണെങ്കിൽ സ്ട്രെയിൻ ചെയ്യേണ്ട, ക്ലാസ് പേജിലുണ്ടാവും, പിന്നെ കണ്ടാൽ മതി, കിടന്നോളൂ കേട്ടോ. അപ്പൊ അദ്ദേഹം പറയണ, രാജാവ് ഞങ്ങൾ രണ്ടുപേരെ മനസ്സും ഇങ്ങനെയാണ് മുനിശ്രേഷ്ഠ, എന്താ ഞങ്ങൾ ഇങ്ങനെ അറിയുന്നില്ല. തത് കിമേത മഹാഭാഗ യന്മോഹാജ്ഞാനിരോ ജ്ഞാനിനോ രവി മമാസ്യാച ഭവിത്യേഷ്യ വിവേകാദസ്യ മൂഢത. അല്ലയോ മഹാഭാഗ, അറിവുള്ളവരാണെങ്കിലും ഞങ്ങൾ രണ്ടുപേർക്കും എന്തുകൊണ്ടാണെങ്കിലും ഒരു വിവരമില്ലാത്ത പോലത്തെ ഒരു മൗഢ്യത സംഭവിക്കുന്നത്? ഞങ്ങളെ തള്ളിക്കളഞ്ഞവരോടാണല്ലോ ഞങ്ങൾക്ക് സ്നേഹം തോന്നുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ? ഋഷിരുവാച, ഋഷി പറഞ്ഞു, ജ്ഞാനമസ്തി സ്തമസ്തസ്യ ജന്തോർ വിഷയഗോചരേ വിഷയാജ്ഞ മഹാഭാഗ യാന്തി ചൈവം പൃഥക് പൃഥക്. എന്ന് വെച്ചാൽ എല്ലാ ജീവികൾക്കും അവരവരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ മുഖേന കിട്ടുന്ന കുറേ വിഷയങ്ങളുണ്ട്. നമ്മുടെ സെൻസ്, നമ്മുടെ ജ്ഞാനേന്ദ്രിയം വഴി കിട്ടുന്ന കുറെ വിഷയങ്ങൾ. ഈ വിഷയജ്ഞാനം പല ജന്തുക്കൾക്കും പല രീതിയിലാണ്. മനസ്സിലായില്ലേ? ദിവാണ്ഡ പ്രാണിന കേജിദ്വാത്രാവസ്ഥാസ്തപരേ കേജിദിത്വാ തഥാരൗത്രൗ പാണിനസ്തുലിദുഷ്ടയാം. ചില ജീവികൾക്ക് പകൽ സമയത്ത് കാണാൻ സാധിക്കില്ല, അല്ലെ? ചില ജീവികൾക്ക് കാണാൻ സാധിക്കില്ല. വേറെ ചില ജീവികൾക്ക് രാത്രി കാലങ്ങളിൽ കാണാൻ പറ്റില്ല. മറ്റു ചിലതിന് രാത്രിയും കാണാം പകലും കാണാം, ഒരേപോലെ കാണാം. ജ്ഞാനിനോ മനുജാ സത്യം കിംനുദേ നഹി കേവലം യദോ ഹി ജ്ഞാനിനാ സർവേ പശു പക്ഷി മൃഗായത. മനുഷ്യർക്ക് അറിവുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്, പക്ഷേ എന്താ പറയണത്, അവർക്ക് അത് ഉള്ള പോലെ അവർ പെരുമാറുന്നേ ഇല്ല. പിന്നെ മൃഗങ്ങൾക്കാണെങ്കിലോ അറിവില്ല. എന്തുകൊണ്ടെന്നാൽ പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങിയവെല്ലാം ജീവികളാണ്. ഇവർക്കൊക്കെ അറിവുണ്ട്, പക്ഷെ മനുഷ്യന്റെ അത്ര അറിവ് ഇവർക്കില്ല, അല്ലെ? ജ്ഞാനം ച തന്മുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത്തേഷാം തുല്യമന്യത്തതോ ഭവയോ. എന്ന് വെച്ചാല് മൃഗങ്ങൾക്കും പക്ഷികൾക്കുള്ള വിഷയജ്ഞാനം മനുഷ്യർക്കും ഉണ്ട്. എന്ത് ചെയ്യണം, ചെയ്യാൻ പാടില്ല, ആ വിഷയം എന്താണ്, ഈ വിഷയം എന്താന്നുള്ളത് ഇവിടെ മനുഷ്യർക്കും ഉണ്ട്. മനുഷ്യർക്ക് ശാസ്ത്രജ്ഞനുള്ളതുപോലെ മൃഗങ്ങൾക്ക്, പക്ഷികൾക്കും അത് ജാതിക്കനുസൃതമായ ജ്ഞാനമാണുള്ളത്. ഒരു ശാസ്ത്രജ്ഞനെ പോലെയുള്ള ജ്ഞാനമില്ല. അവരവരുടേതായ കുലത്തിനനുസരിച്ചുള്ള ജ്ഞാനമാണ് ഇവർക്കൊക്കെ ഉള്ളത്. വിശപ്പ്, നിദ്ര, ഭയം, മൈഥുന്യം, ഇതെല്ലാം പക്ഷികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യനും ഒക്കെ തുല്യമാണ്. അവർക്ക് വിശപ്പുണ്ടാവും, ഭയം ഉണ്ടാവും, ഉറക്കം ഉണ്ടാവും, അതുപോലെ രതി, മൈഥുന്യം ഉണ്ടാവും. ഇതെല്ലാം മനുഷ്യർക്കും പക്ഷി മൃഗാദികൾക്കും ഒരുപോലെ തന്നെ. ജ്ഞാനേപി സതി പശ്യതാൻ പദാംഗജാവചഞ്ജുഷു കണോമേക്ഷ ധൃതാ മോഹാ പീഠമാനാനിത ക്ഷുത. എന്ന് വെച്ചാല് ഈ പക്ഷികളെ ഒക്കെ ഒന്ന് നോക്കിക്കേ. അവര് വിശപ്പ് അവരെന്തെങ്കിലും കഴിച്ചാലേ അവരുടെ വിശപ്പ് മാറും, അല്ലെ? എന്ന അറിവുള്ളവയും വിശന്ന് വലയുന്നവരാണെങ്കിലും കൊണ്ടുവന്ന ആഹാര സാധനം നല്ല മമത കൊണ്ട്, അതായത് ഈ കുഞ്ഞുങ്ങൾ തന്റേതാണെന്ന ഒരു തോന്നല് പക്ഷികൾക്ക് ഉണ്ടാവും, അല്ലെ? എവിടെന്നെങ്കിലും കിട്ടുന്ന കുറച്ച് കൊത്തിപ്പെറുക്കി തിന്നാൻ കിട്ടുന്ന സാധനങ്ങൾ അത് കൂട്ടിക്കൊണ്ടു വന്നിട്ട് ഈ കൂട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങളാണ് എന്ന മനോഭാവത്തോടു കൂടി ഈ പക്ഷികൾ എന്ത് ചെയ്യും? ആ ഭക്ഷണം കൊത്തി കുഞ്ഞിന്റെ കൊക്കിൽ വെച്ചു കൊടുക്കും, വായിൽ വെച്ചു കൊടുക്കുന്നു. മാനുജവ്രാഗ സ്വാഭിലാഷാ സ്തുതാൻ പതി ലോഭാത് പ്രത്യുപകാരായ നന്വേദാൻ കിം ന പശ്യസി. അല്ലയോ മനുഷ്യ ശ്രേഷ്ഠ, മനുഷ്യരും സ്വന്തം കുഞ്ഞുങ്ങൾ വലുതായിട്ട് തനിക്ക് പ്രത്യുപകാരം ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി അവരോട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് മക്കളെ പോറ്റിട്ട് അവർ നമ്മളെ നാളെ നോക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? തഥാപി മഹത്താ വർത്താ മോഹഗർത്തേ നിബാധിത മഹാമായ പ്രഭാവണേ സംസാരസ്ഥിതികാരിണ. എന്ന് വെച്ചാല് അങ്ങനെയാണെങ്കിൽ കൂടിയും സംസാര ചക്രം നിലനിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മഹാമായയായിരിക്കുന്ന ഭഗവതി സ്വന്തം ശക്തി കൊണ്ട് തന്നെ അവരെ മമതയാക്കുന്ന ചുഴികളോടുകൂടിയ മോഹക്കയത്തിലേക്ക് അങ്ങ് തള്ളിയിടും. എന്താ വേണ്ട ചേച്ചി? സഞ്ജുട്ടൻ. അപ്പോ മഹാമായ എന്താ ചെയ്യുന്നത്? മോഹക്കയത്തിലേക്ക് നമ്മളെ അങ്ങ് തള്ളിവിടുകയാണ്, അല്ലെ?
ജ്ഞാനിനാഭാനി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദ്രാക്ഷിഷു മോഹായ മഹാമായ പ്രത്യേകം ചെയ്യും. ആ ഭഗവതി ദേവി എന്താ ചെയ്യുന്നത്? ജ്ഞാനികളുടെ മനസ്സിനെ എപ്പോഴും ശക്തിയായിട്ട് അങ്ങ് ആകർഷിക്കും. എന്നിട്ടോ മോഹത്തിലേക്ക് ഇട്ട് കളയും ആ ദേവി. തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സചരാചരം സശ്യാ പ്രസന്നാ വരദ ഋണം ഭവതി മുക്തയെ. ആ ദേവി തന്നെയാണ് ചരാചരമയമായിരിക്കുന്ന ഈ ത്രിലോകങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദേവി തന്നെയാണ്. അതേ ദേവി തന്നെയാണ് മനുഷ്യരില് ഭക്തി പൂജാദികൾ കൊണ്ട് പ്രസന്നയായാൽ, ദേവിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭക്തി കൊണ്ട് പൂജ കൊണ്ടും ദേവി പ്രസന്നയായി കഴിഞ്ഞാൽ അവർക്ക് മോക്ഷത്തിനുള്ള വരം കൊടുക്കുന്നതും ഈ ഭഗവതി തന്നെയാണ്. സാ വിദ്യാ പരമാ മുക്തേർ ഹേതുഭൂതാ സനാതനേ സംസാരബന്ധ ഹേതുശ്ച സൈവ സർവേശ്വരീശ്വരി. സനാതനിയും സർവേശ്വരിയുമായിരിക്കുന്ന ആ ദേവി തന്നെയാണ് മോഹത്തിന് അടിമപ്പെട്ടു പോകുന്ന സംസാര ബന്ധത്തിന് പരമജ്ഞാനം കൊണ്ടുള്ള മുക്തിക്ക് കാരണമായിരിക്കുന്നതും ആ ദേവി തന്നെയാണ്. രാജോ വാച, രാജാവ് പറഞ്ഞു, ഭഗവാൻ കാഹിസാ ദേവി മഹാമായേദിയാം ഭവാൻ ബ്രവതി കഥ തപ്നുന്ന സാ കർമാസ്യർച്ച കിന്ദുജ. മഹാമായ എന്ന് ഋഷിവര്യനായിരിക്കുന്ന അങ്ങ് പറയുന്ന ആ ദേവി ആരാണ്? മഹാമായ മഹാമായ എന്ന് ഋഷിവര്യ അങ്ങ് പറയുന്നുണ്ടല്ലോ, ആ ദേവി ആരാണ്? അവരുടെ ഉൽപ്പത്തി എന്താണ്? ദേവി എങ്ങനെ വന്നു? അവരുടെ കൃത്യങ്ങൾ എന്തൊക്കെയാണ്? യത് പ്രഭാവാ സാ ദേവി യത് സ്വരൂപാ യദുദ്ഭവാ തദം സർവം ശ്രോതുമിച്ഛാതി തഥോ ബ്രഹ്മവിദാംബര. ബ്രഹ്മജ്ഞന്മാരാൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ മഹർഷിയെ, ആ ദേവിയുടെ പ്രഭാവം, സ്വരൂപം, ഉത്പത്തി ഇതേക്കുറിച്ചൊക്കെ ഒന്ന് അങ്ങയിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്, ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ഋഷിരുവാച, ഋഷി പറഞ്ഞു, നിത്യൈവ സാ ജഗത് മൂർത്തി സ്തയാ സർവമിദം തദം തഥാപി തത്മുത്പത്തിർ ബഹുദാ ശ്രൂയതം മമ. ജഗത് രൂപിണിയായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവളായിരിക്കുന്ന ആ ദേവി നിത്യയാണ്. ജനനമോ മരണമോ ആ ദേവിക്കില്ല. എന്നിരുന്നാലും ദേവിയുടെ പല ഭാവത്തിലുള്ള ആവിർഭാവങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ദേവാനാം കാര്യസിദ്ധ്യാർത്ഥമാവിർഭവതി സായത ഉത്പന്നേനി തഥാലോകേ സാ നിത്യാപ്യദ്ഭീര്യതേ. ആ ദേവി നിത്യയാണെങ്കിൽ കൂടിയും ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോൾ, അങ്ങനെ ദേവി അവതരിക്കുമ്പോൾ അവൾ ഉൽപ്പന്നയായിട്ട് ഉദ്ഭവിച്ചവൾ എന്നാണ് പറയുന്നത്. യോഗിനിദ്രാം യഥാ വിഷ്ണു ജഗത്യേ കാരണ വികൃതേ അകസ്തീരശേഷമജത് കൽപാന്തവ ഭഗവാൻ പ്രഭു തഥാ ദ്വാവസരൗ ഘോരൗ വിഖ്യാദ്യൗ മധുകൈഡഭൗ വിഷ്ണു കർണ മലോദ്ഭൂതൗ ഹന്തും ബ്രാഹ്മണോ മുദ്യതേ. പ്രളയകാലത്ത് നമ്മുടെ ഈ ലോകം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയപ്പോൾ, ജഗത്ത് ഇങ്ങനെ ഏക സമുദ്രമായി തീർന്നപ്പോ ഭഗവാൻ വിഷ്ണു അനന്തശയനത്തിൽ യോഗനിദ്രയെ അങ്ങ് പ്രാപിച്ചു. ഓക്കെ, അപ്പോ വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നും ഉദ്ഭവിച്ച രണ്ട് അസുരന്മാര്, മധുവും കൈഡവനും എന്ന പേരായ രണ്ട് അസുരന്മാര്, രണ്ട് ഭയങ്കരമായിരിക്കുന്ന അസുരന്മാര് ബ്രഹ്മാവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ആരാണ്? മധുവും കൈഡവനും ചേർന്ന് ബ്രഹ്മദേവനെ കൊല്ലാൻ തീരുമാനിച്ചു. സനാഭികമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മ പ്രജാപതി ദുഷ്ടാ താവസുരൗ ജോഗ്രോ പ്രസ്തുവം ജനാർദ്ദനം തുഷ്ടായ യോഗനിദ്രാം തമോഗൃഹേ ബോധാനാർത്ഥായ ഹരേർഹരിനേത്ര കൃതാലയം. അപ്പോ വിഷ്ണുദേവന്റെ നാഭീ കമലത്തിൽ നിന്ന്, ഭഗവാന്റെ നാഭിയിൽ നിന്നാണല്ലോ ഒരു താമരപ്പൂ വരുന്നത്, അതിൽ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്? നമ്മുടെ പ്രജാപതിയായിരിക്കുന്ന ബ്രഹ്മദേവൻ അതിലാണ് ഇരിക്കുന്നത്. ബ്രഹ്മദേവൻ എന്ത് ചെയ്ത് ആ രണ്ട് അസുരന്മാരെയും നിദ്ര കൊണ്ടിരിക്കുന്ന ജനാർദ്ദനെയും കണ്ടിട്ട് വിഷ്ണുവിനെ ഉണർത്താനായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അധിവസിച്ചിരുന്ന യോഗനിദ്രയെ ഏകാഹൃദയനായിട്ട് സ്തുതിക്കാൻ തുടങ്ങി. ഈ അസുരന്മാരെ നോക്കുന്നു, വിഷ്ണുവിനെ നോക്കുന്നു, വിഷ്ണുവിന്റെ ഉറക്കം നോക്കുന്നു, വിഷ്ണുവിന്റെ കണ്ണിലിരിക്കുന്ന ആ യോഗമായെ ഉണർത്താൻ ബ്രഹ്മദേവൻ ശ്രമിച്ചു. നല്ല കാറ്റടിക്കുന്നുണ്ട്, ചിലപ്പോൾ ലൈവ് കട്ടാവേ, പറയാൻ പറ്റില്ല. അങ്ങനെ യോഗമായെ എന്ത് ചെയ്തു? സ്തുതിക്കാൻ തുടങ്ങി. വിശേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതി വിഷ്ണോര തുലാം തേജസ പ്രഭു എന്ന് പറഞ്ഞു. വിശേശ്വരിയായിരിക്കുന്ന, ലോകമാതാവായിരിക്കുന്ന, ലോകത്തെ പരിപാലിപ്പിക്കുന്ന, സംരക്ഷിക്കുന്ന, സംഹരിക്കുന്ന, അതുല്യായിരിക്കുന്ന ഭഗവതിയും വിഷ്ണുവിന്റെ യോഗാരൂപവുമായിരിക്കുന്ന നിദ്രയെ ബ്രഹ്മദേവൻ അങ്ങ് സ്തുതിച്ചു തുടങ്ങുകയാണ്. എങ്ങനെ? ബ്രഹ്മോവാച, ബ്രഹ്മദേവൻ പറഞ്ഞു, ത്വം സ്വാഹ ത്വം സ്വാധ ത്വം ഹി വഷ്ടകാരോ സ്വാരാത്മിക സുധാ ത്വം അക്ഷരേ നിത്യേ ത്രിധാ മത്രാത്മിക സ്ഥിത. നിന്തിരുവടി സ്വാഹയായിട്ടും
സ്വാധയായിട്ടും വഷ്ടകാരവുമാണ്. സ്വാതയും സ്വാഹയുമായിട്ട് വഷ്ടകാരവുമാണ്. സ്വരാത്മികയും സുധാരൂപിണിയും ദേവി തന്നെ. നിത്യാക്ഷരമായിരിക്കുന്ന പ്രണവ മന്ത്രത്തിൽ നിന്ന് 3 വിധത്തിൽ മാതൃരൂപിണിയായിട്ട് വരുന്നതും അമ്മ തന്നെയാണ്. അർദ്ധമാത്രാസ്ഥിത നിത്യായാനൊരു ച്യാന വിശേഷത ത്വവേമ സാത്വം സാവിത്രീം ത്വം ദേവി ജനനീ പര. മനസ്സിലായില്ലേ? അർദ്ധമാത്ര രൂപേണ സ്ഥിതി ചെയ്യുന്നവളും നിത്യായിരിക്കുന്ന വിശേഷാൽ ഉച്ചരിക്കാൻ പാടില്ലാത്തവളുമായിരിക്കുന്ന നിൻ തിരുവടിയെ സാവിത്രിയും ഉത്കൃഷ്ടയുമായ മാതാവാണ് നീ. നിന്റെ നാമം പോലും ഉച്ചരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ത്വയൈതദ്ധാരതേ വിശ്വം തദൈതത് സുജതേ ജഗത് ത്വയൈതത് പാലത്യേ ദേവി സ്വമത്സ്യന്തേ ച സർവധാ. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും ദേവി തന്നെയാണ്. അവസാനം എല്ലാം സംഹരിക്കുന്നതും ദേവി തന്നെ. ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ പിന്നെയും 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 ദേവി ഇങ്ങനെ വിശ്വരൂപം ധരിച്ചുകൊണ്ടേയിരിക്കും. വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതി രൂപാച പാലനേ തഥാ സംഹൃതി രൂപാന്തേ ജഗതോ സ്യ ജഗത്മയേ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ആ ദേവി തന്നെയാണ് ഇതെല്ലാത്തിനും ആൻസർ എന്ന് പറയുന്നത്. മഹാവിദ്യ, മഹാകായ, മഹാമേധ, മഹാസ്മൃതി, മഹാമോഹോച ഭഗവതി, മഹാദേവി, മഹാസുരി. ജ്ഞാനം പ്രകാശിപ്പിക്കുന്ന, അറിവ് നൽകുന്ന മഹാദേവി, മഹാവിദ്യ. അതിനെ മറച്ചു വെക്കുന്ന മഹാമായ. മനസ്സിലായില്ലേ? അതിനെ മറച്ചു വെക്കുന്ന മഹാമായ. ധാരണാശക്തി നൽകുന്ന മഹാമേധ. വേദസ്വരൂപിണിയായിരിക്കുന്ന മഹാസ്മൃതി. സംസാര ചക്രം പ്രവർത്തിപ്പിക്കുന്ന മഹാമോഹ. ഈശ്വരന്റെ പത്നിയായിരിക്കുന്ന മഹാദേവി. മഹാസുരശക്തിയും എല്ലാം അവിടുന്നാണ് ഭഗവതി എന്ന് പറയുന്നത്. പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രാർമഹാരാത്രിമൂർത്താഹാരിസ്തൃധാരുണ. സത്വരജോ തമോ രൂപങ്ങളായിരിക്കുന്ന ഗുണങ്ങൾ കൊണ്ട് അനുമാനിപ്പിക്കപ്പെടുന്ന ഈ പ്രകൃതി കൽപ്പപ്രളയമായിരിക്കുന്ന കാളരാത്രിയും മന്വന്തര പ്രളയമായിരിക്കുന്ന മഹാരാത്രിയും മനുഷ്യർക്ക് വ്യാമോഹരൂപിണിയായി ധാരണയായിരിക്കുന്ന മോഹരാത്രിയും അവിടുന്ന് തന്നെ. ചുരുക്കി പറഞ്ഞാൽ സമസ്തവും അമ്മ തന്നെ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ത്വം ശ്രീത്വമീശ്വരി ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധരക്ഷണ ലജാ പുഷ്ടിസ്തഥാ തുഷ്ടിസ്ത്വം ശാന്തി ശാന്തിരേവച. ശ്രീദേവിയും ഈശ്വരിയും അവിടുന്ന് തന്നെയാണ്. സജ്ജനങ്ങളിലുള്ള അധർമ്മ ഭീരുത്വം അതും അങ്ങ് തന്നെയാണ്. ശാസ്ത്രാർത്ഥ ധാരണ സാമർത്ഥ്യമാകുന്ന ബുദ്ധിയും അങ്ങ് തന്നെയാണ്. ചെയ്യരുതാത്തതിൽ നിന്ന് മനുഷ്യരെ പിന്മാറ്റുന്ന ലജ്ജാശക്തി, സമ്പദ് സമൃദ്ധി രൂപേണ പുഷ്ടിശക്തി കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുന്ന തുഷ്ടിശക്തിയും ദേവി തന്നെയാണ്. കിട്ടിയതും കിട്ടാത്തതും വന്നതും വരാത്തതും പോയതും പോകാത്തതുമായ എല്ലാ കാര്യങ്ങളും അമ്മ ഭഗവതി തന്നെ. ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാക്കുന്ന ശാന്തശക്തിയും, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ശാന്തശക്തിയും, പ്രകോപനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ക്ഷോഭിക്കാത്ത കാന്തി ശക്തിയും അതും അമ്മ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല, അമ്മ തന്നെ. ഗണ്ഡിനി ശൂലിനി ഘോര ഗദീനി ചക്രണി തഥാ ശങ്കിനി ചാപിനി ബാണ ശുഭണ്ഡി പരിഗായുധ. നിൻ തിരുവടി വാള്, ശൂലം, ശിരസ്, ഗദ, ചക്രം, ശംഖ്, ചാപം, ബാണം, വടി, പരിക, ഈ ആയുധങ്ങളെല്ലാം അമ്മയുടെ കയ്യിലുണ്ട്. എല്ലാ കൈകളിൽ ഓരോ ആയുധങ്ങളായിട്ടാണ് നിൽക്കുന്നത്. സൗമ്യ സൗമ്യത്തര ശേഷ സൗമ്യാവസ്തുതി സുന്ദരി പരാപരാണം പരമാ തുമേവ പരമേശ്വരി. സൗമ്യായിരിക്കുന്ന, സൗമ്യമായിട്ട് എല്ലാ വസ്തുക്കളിലും വെച്ച് സൗമ്യയും അതിസുന്ദരിയായിരിക്കുന്ന, പരാപരന്മാരായിരിക്കുന്ന ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും അപ്പുറം വാഴുന്ന പരമേശ്വരിയും അമ്മ തന്നെ. എല്ലാത്തിന്റെയും മുകളിൽ അമ്മ തന്നെയാണ്. യച്ഛത്കിഞ്ചിദിത് ക്വചിത് വസ്തു സദസത്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തി സത്വം കിം സംയുധേ മയാ. ലോകത്തിലുള്ള സദ്രൂപമാവട്ടെ അസദ്രൂപമാവട്ടെ എല്ലാ വസ്തുക്കളിലുമുള്ള ശക്തി അമ്മ തന്നെയാണ്. അങ്ങനെയുള്ള ദേവിയെ ഞാൻ എങ്ങനെയാ സ്തുതിക്കുന്നത്? എനിക്ക് അതിനുള്ള വാക്കുകളും അറിവുമില്ല. യയാത്വയാ ജഗത് സ്രഷ്ട ജഗത് പാധാദിയോ ജഗത് സോഭിനിദ്രാവശം നീത കസ്ത്വാം സ്തോതിമിശേശ്വര. ജഗത്തിന്റെ സൃഷ്ടി, സ്ഥിതി, അതുപോലെ തന്നെ സംഹാരകയമായിരിക്കുന്ന മഹാവിഷ്ണുവിനെ പോലും ദേവി യോഗനിദ്രയിൽ ആഴ്ത്തിയിരിക്കുകയാണ് അല്ലെ. ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരകനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ പോലും അമ്മ യോഗമായയുടെ രൂപത്തിൽ
എന്താ ചെയ്തിരിക്കുന്നത്? യോഗനിദ്രയിൽ ആഴ്ത്തിക്കളഞ്ഞു. അങ്ങനെയുള്ള ദേവിയെ സ്തുതിക്കാൻ ആർക്കാ ശക്തി ഉണ്ടാവുക? ആർക്കാണ് അറിവുണ്ടാവുക അങ്ങനെയുള്ള ദേവിയെ സ്തുതിക്കാൻ? വിഷ്ണു ശരീരഗ്രഹണമഹമീശാന ഏവച കാരിസ്തദേ യദോ തസ്ത്വാം സ്തോതും ശക്തിമാൻ ഭവേത് എന്ന് പറയുന്നുണ്ട്. വിഷ്ണുവും ഞാനും, അതായത് ബ്രഹ്മദേവൻ പറയുമ്പോൾ ബ്രഹ്മദേവനെ ഞാൻ എന്നല്ലേ പറയാം. വിഷ്ണുവും ഞാനും രുദ്രനും, അതായത് മഹാദേവൻ, ദേവിയാൽ ശരീരഗ്രഹണം ചെയ്യപ്പെട്ടവരാണ്. ആ ദേവിയെ സ്തുതിക്കാൻ ആർക്കാണ് ശക്തിയുള്ളത്? ആർക്കാണ് അറിവുള്ളത്? സ്വാ ത്വമിത്വം പ്രഭാവേ സൈരുദ്ധാരുദേവി സംസ്തുത മോഹയത്വ ദുരാദർശ വരസൗ മധുകൈഡഭ. ഇപ്രകാരം ഉത്കൃഷ്ടമായിരിക്കുന്ന മഹാത്മ്യാക്കളാൽ സ്തുതിക്കപ്പെട്ടവളായിരിക്കുന്ന അല്ലയോ ദേവി, അവിടുന്ന് അമർഷണീയരായിരിക്കുന്ന മധുകൈഡവന്മാരെ, 2 അസുരന്മാരെ മോഹിപ്പിച്ചിട്ട് നല്ല പണി കൊടുക്കണം ദേവീന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു. പ്രബോധം ച ജഗത്സ്വാമി നിയാധമച്യുതോ ലഘു ബോധം ച ക്രിയതാത്മസ്യ ഹന്തുമേധവും മഹാസുരവും. യോഗനിദ്രയിൽ ഇരിക്കുന്ന ജഗത് സ്വാമിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വേഗത്തിൽ ഉണർത്തണം. ഈ 2 അസുരന്മാരെയും കൂടെ കൊല്ലാൻ വിഷ്ണുവിന്റെ ഉള്ളത്തില് സങ്കല്പം ഉണ്ടാക്കണം. മധുവിനെയും കൈടവനെയും കൊല്ലാൻ വിഷ്ണുവിന്റെ ഉള്ളത്തില് ഒരു സങ്കല്പം ഉണ്ടാക്കി കൊടുക്കണം. അത് ചെയ്തേ പറ്റൂ. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഏവം സ്തുതാ തഥാ ദേവി താമസി തത്ര വേദസ വിഷ്ണോർ പ്രബോധനാർത്ഥായ നിഹിന്ദും മധുകൈടവ നേത്രാസ്യ നാസികാ ബാഹു ഹൃദയോഭ്യസ്തദോരസ നിർഗമ്യ ദർശനേ സ്തദോ ബ്രഹ്മണോ വ്യക്തിജന്മന എന്ന് പറഞ്ഞാല്, ഇപ്രകാരം വിഷ്ണുവിനെ ഉണർത്താനും ഈ രീതിയിൽ ഉണർത്താനും മധുകൈടവ അസുരന്മാരെ കൊല്ലാനും വേണ്ടി ബ്രാഹ്മണനാൽ പ്രാർത്ഥിക്കപ്പെട്ട തമോ ഗുണരൂപയായിരിക്കുന്ന ദേവി വിഷ്ണുവിന്റെ കണ്ണ്, മൂക്ക്, നഖം, കൈ, ഹൃദയം, മാറിടം എന്നിവയിൽ നിന്ന് എഴുന്നേറ്റു വന്ന് ബ്രഹ്മദേവന്റെ മുമ്പിൽ അങ്ങ് വന്ന് നേരെ ബ്രഹ്മദേവന്റെ മുമ്പിൽ വന്ന് നിൽക്കാണ്. ദേവി വിഷ്ണുവിന്റെ എന്താ ചെയ്യുന്നത്? ഉണർത്താൻ വേണ്ടി മധുകൈടവ അസുരന്മാരെ കൊല്ലാനും വേണ്ടിയിട്ട് ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട, ബ്രഹ്മദേവനാണ് ആരെ പ്രാർത്ഥിച്ചിരിക്കുന്നത്? നമ്മുടെ ദേവിയെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ബ്രഹ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ട തമോ ഗുണ രൂപയായിരിക്കുന്ന ദേവി എന്താ ചെയ്തത്? വിഷ്ണുവിന്റെ കണ്ണ്, മൂക്ക്, നാക്ക്, കയ്യ്, ഹൃദയം, മാറിടം എന്നിവയിൽ നിന്നൊക്കെ ദേവി അങ്ങ് എഴുന്നേറ്റ് വന്നു. യോഗമായയിൽ കിടത്തിയിരിക്കുക ഭഗവാൻ. അതിൽ നിന്ന് ദേവി എന്ത് ചെയ്തു? പുറത്തു വന്നിട്ട് ബ്രഹ്മദേവന്റെ മുമ്പിൽ നിന്നു. ഉത്തൗസ്തൗ ജഗന്നാഥസ്തയാ മുക്തോ ജനാർദ്ദന ഏകകർണേവ ഹിഷ്യനാഥദാ സപ്തദൃശ്യേചതൗ മധുകൈടവോ ദുരാത്മാന വീര്യവക്രമൗ ക്രോധരക്തേക്ഷണ ഹന്തും ബ്രാഹ്മണം ജനിതോദ്യമവും. അപ്പോ ദേവിയാൽ മുക്തനായിരിക്കുന്ന മഹാവിഷ്ണു എന്ത് ചെയ്ത്? ദേവി യോഗമായ പുറത്തു വന്നപ്പോ ദേവിയാൽ മുക്തനായിരിക്കുന്ന മഹാവിഷ്ണു ഏകസമുദ്രത്തിൽ എന്ത് ചെയ്തു? അനന്തശയനത്തിൽ ഇങ്ങനെ എഴുന്നേറ്റിട്ട് വളരെ പരാക്രമികളായിരിക്കുന്ന ദുരാത്മാക്കളായിരിക്കുന്ന കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയിരിക്കുന്ന ബ്രഹ്മാവിനെ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മധുകൈടവന്മാരെ ഭഗവാൻ എഴുന്നേറ്റ് വന്നപ്പം കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞ ഭൂലോക തോൽവികൾ എന്ന് വേണമെങ്കിൽ പറയാം. ദേവി ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ദേവി പോയപ്പം ഭഗവാൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ടോ പരാക്രമശാലികളായിരിക്കുന്ന ദുരാത്മാക്കളായിരിക്കുന്ന ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയിരിക്കുന്ന ബ്രഹ്മാവിനെ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ മധുകൈടവന്മാരെ ഭഗവാൻ എഴുന്നേറ്റ് വന്നപ്പോ ഇവരെയാണ് ആദ്യം കണ്ടത്. സമുത്തായ തദസ്മത്യാം യുയുദേ ഭഗവാൻ ഹരി 5 വർഷസഹസ്രാണി ബാഹുപ്രഹരണോ വിഭൂ. പിന്നെ ഭഗവാൻ എഴുന്നേറ്റിട്ട് 5000 വർഷത്തോളം എന്ത് ചെയ്തു? ബിന്ദമ്മേ, ഗ്യാസ് എന്തിനാ ഓണാക്കിയ? ഇങ്ങോട്ട് വരും. വന്നോളൂ, ഇങ്ങോട്ട് വരൂ. 5000 വർഷത്തോളം ഭഗവാൻ എന്ത് ചെയ്തു? ഇതില് വെച്ചോളൂ. 5000 വർഷത്തോളം എന്താ ചെയ്തത്? ഭഗവാൻ അവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്താ ഉണ്ടായേ? ബാഹുയുദ്ധമാണ് കേട്ടോ ഭഗവാൻ ചെയ്തത്. ഓർത്ത് വെക്കണേ, ബാഹുയുദ്ധം ചെയ്ത് 5000 വർഷം. താവപ്യത്തി ബലോത്മത്തൗ മഹാമായ വിമോഹിതൗ ഉക്തബന്ധൗ വരോ സമത്വോ പ്രീധാമിതി കേശവം. അതിസാമർത്ഥ്യം കൊണ്ട് ഉന്മത്തരായിരിക്കുന്ന അസുരന്മാര്, ഭയങ്കര സാമർത്ഥ്യക്കാരാണ് ആ അസുരന്മാര്, മഹാമായയാൽ ദേവിയാൽ മോഹിതരായിട്ട്
വേണ്ട വരം ചോദിച്ചോളാൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. ദേവി അവരെ മോഹിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അവരിങ്ങനെ മോഹിച്ചിങ്ങനെ സുഖലോലുപന്മാരായി നിൽക്കുക. എന്നിട്ട് എന്താ ചെയ്തത്? മഹാവിഷ്ണുവിനോട് പറഞ്ഞു, എന്താ വേണ്ട വരം എന്താ ചോദിക്കൂ, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു മധുകൈടപന്മാർ. ശ്രീ ഭഗവാനുവാച, നമ്മുടെ സ്റ്റാർ എൻട്രി ആയി. ഭഗവാൻ പറഞ്ഞു, ഭവതേ മധ്യമേ തുഷ്ടൗ മമ വിദ്യാവുഭാവഭി കിമന്യേന വാരണത്രേ ഏതാവതിവൃതം മയാ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് എന്നിൽ അത്രത്തോളം തൃപ്തി തോന്നുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്നാൽ കൊല്ലപ്പെടണം. ഇതാണ് എന്റെ വരം. വേറെ വരമൊന്നും കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല. നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് എന്നിൽ തൃപ്തി തോന്നുന്നു, എനിക്കൊരു വരം മതി, നിങ്ങളെ രണ്ടെണ്ണത്തിനെ എനിക്ക് കൊല്ലണം, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഭഗവാൻ ആരാമോൻ. ഋഷിരുവാച, ഋഷി എന്താ പറഞ്ഞത്? വഞ്ചിതാഭ്യാമതി തഥാ സർവമോഭായം ജഗത് വിലോക്യതാഭ്യാം ഗതിദോ ഭഗവാൻ കമലേക്ഷണ ആവാം ജഹിത്രോർത്രീൽ സലിനേന പരിപ്ലധ. ഇപ്രകാരം അവര് വഞ്ചിക്കപ്പെട്ടു അല്ലെ, ഈ രീതിയിൽ ഭഗവാനാൽ അവർ വഞ്ചിക്കപ്പെട്ടു. എന്നിരുന്നാലും ജഗത്ത് മുഴുവൻ, ഈ ലോകം മുഴുവൻ വെള്ളത്തിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങി കിടക്കുകയാണേ. വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളെ കൊന്നോളൂ എന്ന് പറഞ്ഞു. അവര് നോക്കുമ്പോഴോ മുഴുവൻ ലോകവും ജഗത്തും വെള്ളത്തിലാ. അപ്പൊ വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങളെ അങ്ങ് കൊല്ലൂന്ന് ഇവരും അങ്ങ് തിരിച്ചു പറഞ്ഞു. അപ്പോ വെള്ളമില്ലാത്ത സ്ഥലമില്ലാത്തത് കൊണ്ട്, എല്ലായിടത്തും വെള്ളമല്ലേ, തങ്ങളെ കൊല്ലാൻ പറ്റൂല വിഷ്ണുവിന് എന്നാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്. ഋഷിരുവാച, ഋഷി പറഞ്ഞു, തദേത്യുക്ത ഭഗവതാ ശംഖചക്രാഗദാഭൃത കൃത്വാ ചക്രേണ വൈചിന്യേ ജഗനേ ശിരസീഥയാ. അങ്ങനെയാവട്ടെ ഭഗവാൻ ഉടനെ, അങ്ങനെയാവട്ടെ. ശംഖചക്രാഗദാധാരിയായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു എന്തേത്? തന്റെ ജഗനപ്രദേശത്ത് വെച്ച് മധുകൈടപന്മാരുടെ തല അങ്ങോട്ട് ചക്രം കൊണ്ട് മുറിച്ചളഞ്ഞു. വെള്ളമില്ലാത്തടത്തല്ലേ ഭഗവാന്റെ ജഗനപ്രദേശത്ത് വെള്ളമില്ല, അവിടെ കൊണ്ട് കയറ്റി നിർത്തിയിട്ട് ഒരൊറ്റ വെട്ടല് ഭഗവാൻ. പ്രളയകാലത്ത് പോലും എന്താ പറയാ, വെള്ളം വിഷ്ണുവിന്റെ അരയ്ക്ക് താഴേക്ക് കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? പ്രളയം വന്നാൽ പോലും ഭഗവാന്റെ അരയ്ക്ക് താഴെ വെള്ളം നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അരക്കെട്ടിന്റെ മുകൾ ഭാഗം, അതായത് ജഗൻ എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന്റെ മുകൾ ഭാഗം ജലം ഇല്ല, ജലം താഴോട്ടാണ്. പ്രളയകാലത്ത് പോലും അവിടെ ഇട്ടിട്ട് ഭഗവാൻ തീർത്തു കളഞ്ഞവിടെ മധുവിനെയും കൈടവനെയും. ഏവമേഷ സമുത്പന്ന ബ്രാഹ്മണ സംസ്തുതാ സ്വയം പ്രഭാവമസ്യ ദേവ്യസ്തു ഭൂയ ശൃണു വധാമി. ഇപ്രകാരം ബ്രഹ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ടവളാണ് ദേവി ഉൽപ്പന്നയായത്. അങ്ങനെ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചിട്ടാണ് ദേവി വന്നിരിക്കുന്നത്. ആ ദേവിയുടെ പ്രഭാവങ്ങളെ കുറിച്ച് നമുക്ക് ഇനിയും പഠിക്കാം. ഓക്കെ. ഓം ശ്രീ മാർക്കണ്ഡേയ പുരാണേ സൗവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ പ്രഥമേ ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു. സോറി, ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായമാണ്, അത് നാളെ എടുക്കാം. ഓക്കെ. ഒരു ദിവസം ഒരു അധ്യായം വെച്ചാൽ മതി, 13 ദിവസം കൊണ്ട് തീരും. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടോ? ഇനി അങ്ങോട്ട് ഭയങ്കര രസമാണ്. ദേവി വരുന്നതും ദേവിയോട് അസുരന്മാര് യുദ്ധം ചെയ്യുന്നതും ദേവിയെ വെല്ലുവിളിക്കുന്നതും എങ്ങനെ ദേവി ഉണ്ടായി എന്ന് പറയുന്ന ആ ഒരു ഭാഗമൊക്കെ ഭയങ്കര രസമാണ്. ഇഷ്ടപ്പെട്ടോ ദേവി മഹാത്മ്യം? ഇതുപോലെ ദേവി മഹാത്മ്യം കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കഥാരൂപത്തിൽ ഇങ്ങനെ കേട്ടു പോകാൻ നല്ല രസമുണ്ടോ? കമന്റ് പറയൂ. എനിക്ക് കമന്റാണ് ഇഷ്ടം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാനിവിടെ ഇരുന്ന് എടുത്തു തന്നല്ലേ, അപ്പൊ എന്താ അതിന്റെ അഭിപ്രായം നമുക്കറിയണമല്ലോ. ഇഷ്ടമായോ? ദേവി മഹാത്മ്യ കഥ കേൾക്കാൻ രസമുണ്ടോ? മേ ശരണം. ഇഷ്ടപ്പെട്ടില്ലേ? മനസ്സിലായി, സൂപ്പർ. അപ്പൊ ഇത് മാക്സിമം ഷെയർ ചെയ്യണം ക്ലാസ് കേട്ടോ. പിന്നെ കർക്കിടക മാസം തുടങ്ങുകയാണ്. ആർക്കെങ്കിലും രാമായണം വേണമെങ്കിൽ പറഞ്ഞോളൂ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഏകാദശി ബുക്ക് ഇനിയിപ്പം നാളെയും കൂടെ നോക്കിയിട്ട് ഞാൻ അയക്കാം. അവിടെ മഴയൊക്കെ കുറഞ്ഞു വരുന്നില്ലേ, അപ്പൊ ഇനി ബുക്ക് അയച്ചു തരാം. അപ്പോൾ മഹാഭാരതം വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ, സോറി രാമായണം വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് ശ്ലോകമുണ്ട്, ഗദ്യമുണ്ട്, രണ്ടും കൂടി ചേർന്നതുമുണ്ട്. ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അയച്ചു. അപ്പോൾ നമ്മുടെ ദേവി മഹാത്മ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് സന്തോഷം. ദേവിക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പം സാധിച്ചത്. ഓക്കെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. നമുക്ക് നാളെ കാണാം. നാളെ ക്ലാസ് എടുത്തരാം. ബാക്കി രണ്ടാമത്തെ അധ്യായം നാളെ എടുത്തരാം കേട്ടോ. हरे कृष्णा, सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन की जय। ओम श्री मात्रे नमः।